നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1638 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയെ എത്തിയിരിക്കുന്നത് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡി സാറാണ്. MD MRCP UK, ABIM USA, ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റ് USA, അമേരിക്കയിൽ പ്രൈമറി കെയർ ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റായി 1994 മുതൽ ജോലി ചെയ്യുന്നു. 45 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുള്ള വ്യക്തിത്വം, വിവിധ ടെലിവിഷൻ ചാനലുകളിലും പ്രിന്റ് മാധ്യമങ്ങളിലും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിത്വം. ഇതിനോടകം വളരെ പ്രയോജനമുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുള്ള ഡോക്ടർ തെറ്റായ ചികിത്സയുടെ 2ാം ഭാഗം എന്ന വിഷയത്തിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇതിലേക്കായി ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡി സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിനെ ആരംഭിക്കാം. Good evening, everybody. Okay, wrong treatment. തെറ്റായ ചികിത്സ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ച ഒരു 10 സ്ലൈഡ് പെട്ടെന്ന് ഓടിച്ച് ഒന്ന് കാണിക്കാം. To refresh your memory. I intend to share 50 years of experiential knowledge gained from practicing medicine in India, United Kingdom and USA. 74 ഞാൻ എൻ്റെ ഹൗസ് റെസിഡൻസി ആരംഭിക്കുന്നത്. ഈ 50 കൊല്ലം കൊണ്ട് ഞാൻ 400ഓളം ഡോക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 400 ഡോക്ടറോ? ഇങ്ങനെ ചുമ്മാ എക്സാജറേറ്റ് ചെയ്യണോ? ഗുണ്ടടിക്കുകയാണോ? പെട്ടെന്ന് വരുന്നത് എന്താണ്? ഗുണ്ടടിക്കുകയാണോ എന്നുള്ളത്? നോ. നാട്ടിൽ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 150-200 ഡോക്ടേഴ്സായിട്ടാണ്. മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട് 50-60. പിന്നെ ബാക്കി സ്പെഷ്യാലിറ്റി, സർജറി, അത് കഴിഞ്ഞിട്ട് ന്യൂറോളജി, ഗാസ്ട്രോൻട്രോളജി. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ ഞാൻ 15 മാസം 15 months ആണ് ഞാൻ വർക്ക് ചെയ്തത്. അതിൽ 15 ഹോസ്പിറ്റൽസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഫോർ യുവർ ഇൻഫർമേഷൻ, മിക്കവാറും ഗിന്നസ് ബുക്കിൽ കയറാനുള്ള, റെക്കോർഡിൽ കയറാനുള്ള ഇതാണ് 15 ഹോസ്പിറ്റൽസ് ഇൻ 15 months. അതിന്റെ ഗതികേട് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. എനിവേ, അപ്പൊ അവിടെയും ഓരോ ഹോസ്പിറ്റലിൽ ഒരു 10 ഡോക്ടേഴ്സ് എങ്കിലും. പിന്നെ ഇവിടെ അമേരിക്ക വന്നിട്ട് ഒരു 6 ഹോസ്പിറ്റലിൽ, അതിന്റെ ഇവിടെ ആണെങ്കിൽ അതേപോലെ 200 ഡോക്ടേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാല്, ഈ ഇത് ഒരു സെക്കൻഡ്, ഇവിടെ ഒരു വന്നിരിക്കുന്നു, എന്തോന്ന് ലാംഗ്വേജ് പറയുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട്. I don't know why it is asking. ഇംഗ്ലീഷ് സെക്ഷൻ ഹിന്ദി, ചൈനീസ് എന്ന് പറഞ്ഞിട്ട് മലയാളം കാണുന്നുമില്ല. ഓക്കെ, ഞാനത് ക്യാൻസൽ. ഓക്കെ, സോ ഇത്രയും ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്ത കാരണം had the opportunity to witness some doctors, I won't say all doctors, are some doctors making wrong diagnosis and giving wrong treatment. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പേഷ്യൻസും ഒരു 1-2 ലക്ഷം പേഷ്യൻസ് ആയിട്ടെങ്കിലും ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും എന്തുകൊണ്ടാണ് റോങ് ഡയഗ്നോസ് വരുന്നത്, ഈ റോങ് ട്രീറ്റ്മെന്റ് വരുന്നത് എപ്പോഴാണ്? ഡയഗ്നോസ് തെറ്റുമ്പോൾ. ഡയഗ്നോസ് തെറ്റിയോ, ട്രീറ്റ്മെന്റ് തെറ്റി. എനിക്ക് എൻ്റെ സ്പോട്ട് ലൈറ്റ് വരുന്നില്ലല്ലോ, ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്, ഓക്കെ. ആസ് യൂഷ്വൽ എൻ്റെ വെബിനാറെല്ലാം ഞാൻ ഫാക്ട് ബേസ്ഡ് ആയിട്ടേ സംസാരിക്കാറുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ്, പിന്നെ കൊട്ടേഷൻസ്. ഡയഗ്നോസിന്റെ ഡെഫിനിഷൻ ആണ് ദി ആർട്ട് ഓർ ആക്ട് ഓഫ് ഐഡന്റിഫൈങ് എ ഡിസീസ് ഫ്രം ഇറ്റ് സൈൻസ് ആൻഡ് സിംറ്റംസ്. കഴിഞ്ഞാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ്, രോഗി പറയുന്നതാണ് സിംറ്റം. തലവേദന സിംറ്റം, ശ്വാസം മുട്ട് സിംറ്റം, സൈൻ ആണ്
ബ്ലഡ് പ്രഷർ നോക്കി 200, 110, അത് സൈനാണ്. അമേരിക്കയിൽ ഓരോ വർഷവും 7 മില്യൺ എന്ന് പറഞ്ഞാൽ 70 ലക്ഷത്തോളം റോങ് ഡയഗ്നോസ് ആണ് എമർജൻസി റൂമിൽ ഉണ്ടാകുന്നത്. ഈ അമേരിക്കയിൽ 33 കോടി ജനത്തിൽ ഈ 70 ലക്ഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര ലക്ഷങ്ങളല്ല കോടികളായിരിക്കും റോങ് ഡയഗ്നോസിസ്. എന്നിട്ട് ഈ തെറ്റായ ഡയഗ്നോസും തെറ്റായ ട്രീറ്റ്മെന്റും കാരണം ഓരോ വർഷവും ഇവിടെ 8 ലക്ഷത്തോളം മരണം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി. ഞാൻ കഴിഞ്ഞ ടോക്കിൽ അതുകൊണ്ട് എന്തൊക്കെയാണ് എന്റെ വീട്ടിൽ തന്നെ, എന്റെ കുടുംബത്തിൽ തന്നെ, എന്റെ അച്ഛൻ, അമ്മ, എന്റെ ഒരു വലിയച്ഛൻ, അവർക്കെല്ലാം എന്ത് പറ്റിയെന്നുള്ളത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോ ഒന്ന് കാണുക, കണ്ടിട്ടില്ലാത്തവർ. 3 types of misdiagnosis, incorrect diagnosis, wrong treatment. അതായത് wrong diagnosis, wrong treatment. Failure to diagnose, failure to treat. ട്രീറ്റ് ചെയ്യാൻ ഡയഗ്നോസ് എന്താണെന്ന് ഒരു പിടിയില്ല, ട്രീറ്റ് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ പറയും കുഴപ്പമില്ല കേട്ടോ, പേടിക്കണ്ട. You don't know the diagnosis. When you don't know the diagnosis, you don't treat. പിന്നെ മൂന്നാമത്താണ് ഡിലേഡ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് അപ്പോഴേക്ക് താമസിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ടൈംലി ഡയഗ്നോസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും തലച്ചോറിലും പലയിടത്തും പോയി കാണും. അപ്പോഴത്തേക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ടു ലേറ്റ്. അവിടെയും ഡിലേഡ് ഡയഗ്നോസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്റെ അച്ഛനെ സംഭവിച്ചത്. എന്റെ അച്ഛനെ ഹൈപ്പോനൈട്രീമിയ, സോഡിയം താഴെ പോയിട്ട് ചെയ്തില്ല, 3-4 ദിവസം വരെ ട്രീറ്റഡ് ചെയ്യില്ല. അതിനുശേഷം അച്ഛന് അത് കാരണം ഉണ്ടായ ഡിസബിലിറ്റി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 8 reasons for behind misdiagnosis: miscommunication, inexperience, incompetence. ഡോക്ടറുടെ ഇൻകോമ്പിറ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, ഡോക്ടറുടെ ഇൻഎക്സ്പീരിയൻസ്. ദെൻ ഹൈ വർക്ക് ലോഡ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു രോഗിയെ കാണുന്നതിനായിട്ട് ഒരു 3 മുതൽ 5 മിനിറ്റിൽ അപ്പുറം മിക്ക ഡോക്ടേഴ്സും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പേഷ്യൻസിനെ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സർക്കാർ ആശുപത്രിയിൽ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. സർക്കാർ ആശുപത്രിയിൽ ഒരു 4-5 മണിക്കൂറിൽ ഒരു 100-200 രോഗികളെ കാണാന്ന് പറഞ്ഞാൽ എവിടെയാ സമയം? ഇംപേഷ്യൻസ്, ഗ്രീഡ്. ഇത് കാരണം എന്ത് പറ്റുന്നത്? ഗ്രീഡ് കാരണം ആവശ്യമില്ലാത്ത എല്ലാ ടെസ്റ്റുകളും ഓർഡർ ചെയ്യും. ഇന്നിപ്പോ കാണുന്നത് ആവശ്യമില്ല. CT സ്കാന്റെ ആവശ്യമില്ല, MRI സ്കാന്റെ ആവശ്യമില്ല, അൾട്രാസൗണ്ട് ആവശ്യമില്ല, ചില ബ്ലഡ് ടെസ്റ്റ് ആവശ്യമില്ല. ഒരു സാധാരണ പനിക്ക് എത്ര ടെസ്റ്റാണ് ഓർഡർ ചെയ്യുന്നത്? വെറും ഒരു പനി, സാധാ പനി, ഒരു 95% പേർക്കും ഒരു ടെസ്റ്റും ഓർഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒന്നാമത്തെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുമെന്ന് അറിയാം, ടെസ്റ്റിലെ റിസൾട്ടിൽ കുറെ അബ്നോർമാലിറ്റി വരും. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും. ഇത് ഡെങ്കി ആണോ എന്നൊരു സംശയം കേട്ടോ. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ റെപ്പിറ്റേഷൻ ആയി 3 ദിവസത്തിലൊരിക്കൽ, ഒരാഴ്ചയിലൊരിക്കൽ. പിന്നെ ആങ്സൈറ്റി കൂടി, ഇല്ലാത്ത രോഗം ആയിക്കഴിഞ്ഞു. പിന്നെ ആങ്സൈറ്റിയിൽ എല്ലാ സഫറിങ്ങും വരും. ഈ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ എസ് എന്നിട്ട് ചാറ്റ് ബോക്സിൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ? ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ഒരുപാട് അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട്. കൂണുപോലെ എത്ര CT സ്കാൻ സെന്ററിലാണ്? ഒരു 50 കൊല്ലത്തിന് മുമ്പ് ഒരു CT സ്കാനും ഇല്ല, സെന്ററില്ല. 40 കൊല്ലത്തിന് മുമ്പ് 1-2. ഇന്ന് അവിടെ ബേക്കറി, എത്ര ബേക്കറി ഉണ്ടോ അതേപോലെ അത്രയും ഇപ്പോൾ CT സ്കാൻ സെന്റർ വന്നു കഴിഞ്ഞു. താങ്ക് യു. ലാബ് എറേഴ്സ്, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. ഒരുപാട് സ്പെഷ്യലിസ്റ്റിനെ കാണുക. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു 40-50 നിങ്ങൾ ഡോക്ടർ ആരാണ്? അത് മറ്റേ ഡോക്ടർ ചെറിയാൻ തോമസ്. എന്താണ്? വേറെ ആരെങ്കിലും ഇല്ല, ചെറിയാൻ തോമസ് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ചോദിച്ചത് എന്താണ്? ഡോക്ടർ ചെറിയാൻ തോമസ് അതിന്റെ മറ്റേ മെഡിസിൻസ് ആയിട്ടൊക്കെ. പിന്നെ എന്റെ ന്യൂറോളജിസ്റ്റ് അത് മറ്റേ ഡോക്ടർ ഗംഗാധരൻ. അത് ഗ്യാസ്ട്രോൻട്രോളജി മറ്റേ നിസാമുദ്ദീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു 5-6 ഡോക്ടർ. അപ്പൊ എന്താ പറ്റുന്നത്? ഇടത്തേക്കായി ചെയ്യുന്നത് വലത്തേക്കായി അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ ഡോക്ടർ എന്ത് മരുന്ന് എഴുതി ആ ഡോക്ടർ അറിയുന്നില്ല, ആ ഡോക്ടർ എന്ത് എഴുതി മറ്റൊരു അറിയുന്നില്ല. അത് കാരണം എന്താ പറ്റുന്നത്? ഓവർ ഡോസിങ് വരുന്നുണ്ട്. ഒരേ മരുന്ന് തന്നെ ഈ 3 ഡോക്ടേഴ്സും 3 ഡിഫറെന്റ് ബ്രാൻഡ് നെയിമിലായിരിക്കും എഴുതുന്നത്. ഓവർ ഡോസായി. ഓവർ ഡോസ് കാരണം ആ മരുന്ന് കാരണമുള്ള അസുഖം വരും.
ഓവർഡോസ് കാരണം ആ മരുന്നുണ്ടാകുന്ന അസുഖം. ഇതിനെയാണ് ഞങ്ങളുടെ മെഡിക്കൽ ടേമിൽ പറയുന്നത് അയാട്രോജെനിക് ഇൽനസ് എന്ന് പറയും. അയാട്രോജെനിക് എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെ ഉണ്ടാക്കിയ അസുഖം. ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ ചികിത്സ മൂലം വരുന്ന അസുഖത്തിനാണ് അയാട്രോജെനിക് ഇൽനസ്. ഇത് അറിയാമായിരുന്നോ? അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഒന്ന് നോ ഇട്ടേ. ഈ അയാട്രോജെനിക് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോ ഇട്ടേ. എനിക്കറിയണം എന്താണ് ചിലതൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെന്നുള്ളത്. അപ്പൊ അറിയാമായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, നോ. ഓക്കെ, താങ്ക് യു. നോ. ഓക്കെ. ലിസൺ ടു യുവർ പേഷ്യന്റ്, ഹി ഈസ് ടെല്ലിംഗ് യു ദി ഡയഗ്നോസിസ്. ഐ തിങ്ക് ദാറ്റ് ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത്. സർ വില്യം ഓസ്ലർ, ഒരു ഡോക്ടർ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 90% ഓഫ് ദി ഡയഗ്നോസിസ്, 90% of the diagnosis, accurate diagnosis depends on a good history. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സംസാരിച്ച് കുറെ അറിയുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഡോക്ടർ പറയുന്നത് പേഷ്യന്റ് ശ്രദ്ധിച്ച് കേൾക്കണം, പേഷ്യന്റ് പറയുന്നത് ഡോക്ടർ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നിപ്പോഴും എന്താണ് കാണുന്നത്? മെയിനായിട്ട് ഡോക്ടർ പറയുന്നത് പേഷ്യന്റ് പോലും ശ്രദ്ധിച്ച് കേൾക്കാറില്ല, പേഷ്യന്റ് പറയുന്നത് ഡോക്ടറും കേൾക്കാറില്ല. രണ്ടുപേരും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടുപേരും പൂവർ ലിസണേഴ്സ്. ഈ പറയുന്നത് ഞാൻ ശരിയാണോ? നിങ്ങളുടെ ഹോമിയോയിൽ എത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അലോപ്പതിയിലുള്ള ആ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. നിങ്ങൾ ഹോമിയോപ്പതിയിൽ ഒരു പേഷ്യന്റിനെ എത്ര മിനിറ്റ് ആണ്? 15 മിനിറ്റ് ആണോ, അരമണിക്കൂറാണോ? ഒരു നമ്പർ ഇട്ടേ. ലെറ്റ് മീ നോ. ഹോമിയോപ്പതിയിൽ നിങ്ങളുടെ പ്രാക്ടീസിൽ ഒരു മണിക്കൂറിൽ എത്ര പേഷ്യൻസിനെയാണ് നിങ്ങൾ കാണുന്നത്? 1 hour. ഓക്കെ, ലതാ മനോഹരൻ. അപ്പം ഒരു ദിവസം 3 പേഷ്യന്റ് അല്ലാതെ ഒന്ന് കാണാൻ പറ്റത്തില്ല. അതിൽ ഒരു വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 8 മണിക്കൂർ പ്രാക്ടീസ് വെച്ചാൽ 8 പേഷ്യന്റ്. ഓക്കെ, ഒരാൾ ഡിപ്പെൻസ് 8 പേഷ്യന്റ്. ഒരാൾ ഒരു 200 രൂപ തരികയാണെന്ന് വെച്ചാൽ 15 മിനിറ്റ് 200 രൂപ എന്ന് വെച്ചാൽ 1600 രൂപ. ഒരു 50,000 രൂപ പോലും വരുന്നില്ല. അത് 30 ദിവസം വർക്ക് ചെയ്താൽ. ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ okay, 20 minutes. Okay. Anyway, at time listening. One of the first things we teach medical students, ഇദ്ദേഹം വന്നിട്ട് അമേരിക്കയിൽ വളരെ പ്രസിദ്ധനായ ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, വെലയനൂർ രാമചന്ദ്രൻ. One of the first things we teach medical students is to listen to the patient and get a good medical history. 90% of the time, you can arrive at accurate diagnosis by paying close attention to history. Use physical examination and investigations to confirm. ഹിസ്റ്ററി എടുത്തതിന് ശേഷം ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദ്യം മറ്റേ വില്യം ഓസ്ലർ പറഞ്ഞു, നെഞ്ചുവേദന. നെഞ്ചുവേദനയായിട്ട് ഡോക്ടറെ കാണാൻ വരുന്നതിൽ ഒരു 90% പേരുടെയും നെഞ്ചുവേദന ഹാർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഹാർട്ടുമായിട്ട് ബന്ധമില്ല എന്ന് അറിയുന്നപ്പോഴാണ്? നല്ല ഹിസ്റ്ററി എടുക്കുമ്പോഴാണ്. ഹിസ്റ്ററി എടുക്കുമ്പോൾ അത് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ECG ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ട്രെഡ്മിൽ വേണ്ട, സ്ട്രെസ് ടെസ്റ്റ് വേണ്ട, ആൻജിയോഗ്രാം വേണ്ട. ഇനി എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. റിയൽ എക്സാമ്പിൾ. ഞാൻ എപ്പോഴും പറയില്ലോ, റിയൽ ലൈഫ് സ്റ്റോറീസ്. ഇതൊരു 23-24 കൊല്ലത്തിന് മുമ്പ് ഞാൻ അന്ന് അയോവ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ, ഞാൻ അവിടെ BA മെഡിക്കൽ സെന്ററിൽ ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അന്ന് ടീച്ചിങ്ങിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ല, വേറെ കുറെ പേരാണ് ടീച്ചിങ്. അപ്പൊ അതിൽ ആരെങ്കിലും ഒരാൾ സിക്കായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് എന്നെ ആ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറയും, റെസിഡൻസിനെ. അങ്ങനെ ഒരു ദിവസം ഐ വാസ് അസൈൻ ടു ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട്. അപ്പോൾ ആ പേഷ്യന്റിനെ കണ്ടതിന് ശേഷം അവരൊന്ന് പ്രസന്റ് ചെയ്യും. അപ്പൊ അയാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അമേരിക്കനാണ്, സായിപ്പാണ്. I saw this patient and Mr. Harrison is having chest pain and this one and chest pain and 3 days and I did an EKG. ഇവിടെ ECG എന്ന് പറയുന്നത് EKG and I did show some abnormalities, so I have ordered for echocardiogram and stress test. അപ്പോൾ ഞാൻ പറഞ്ഞു, okay, where is that Harrison? I have asked him to go. അയാൾ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു, could you please call him back? ഉടനെ അവര്
ഹോസ്പിറ്റലാകുമ്പോൾ ഓവർഹെഡ് ഇതുണ്ട്, ഓവർഹെഡിൽ കൂടെ അനൗൺസ് ചെയ്തു, പബ്ലിക് അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഹാരിസൺ പ്ലീസ് കം ബാക്ക് എന്ന് പറഞ്ഞു. അയാൾ ഭാഗ്യത്തിന് അയാൾ അത് കേട്ടു വന്നു. ഞാൻ ഇനി ഹിസ്റ്ററി എടുക്കുകയാണ്. നേരത്തെ പറഞ്ഞെന്താണ് ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ്. ഞാൻ ചോദിച്ചു, മിസ്റ്റർ ഹാരിസൺ, you told him that you are having chest pain. Can you show me with one finger, point where you feel the pain? One finger, could you please point where you feel the pain? അപ്പൊ അയാൾ എവിടെ നിന്നറിയാം തൊട്ട് കാണിച്ചത്? ഇവിടെ ഇങ്ങനെ, അത് എവിടെ? വലതുവശത്തായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചത് ഇടതുവശത്താണ്, അയാൾ വലതുവശത്താണ് തൊട്ട് കാണിക്കുന്നത്. ചെസ്റ്റാണ്, വലതുവശം ഇടതുവശം എല്ലാം ചെസ്റ്റാണ്. തൊട്ട് കാണിച്ചത് ഒരു വിരലുണ്ട് വലതുവശത്ത് ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ, ഐ വുഡ് ലൈക്ക് യു ടു പ്രസ് ദർ, ഒന്ന് അവിടെ ഒന്ന് പ്രസ് ഒന്ന്, ടെൽ മീ വെദർ ദി പെയിൻ ഈസ് മോർ നൗ. ഒന്ന് അയാൾ, ഞാൻ പറഞ്ഞ ഉടനെ അയാൾ ഇങ്ങനെ അവിടെ ഒന്ന് ഞെക്കി, അയാളോട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വേദന അയാളുടെ മുഖഭാവത്തിൽ. അപ്പൊ ഞാനത് ലിസൺ ചെയ്യാണ് വിത്ത് മൈ ഐസ് ഓൾസോ. അപ്പോഴും മനസ്സിലായി അവിടെ വേദന, അവിടെ തൊടുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ വേദന കൂടുന്നുണ്ട്. ഹാർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. ചെസ്റ്റ് വാൾ പെയിൻ, ഹാർട്ട് ഇവിടെ, ഹാർട്ട് അറ്റാക്ക് വന്നാലും ഇവിടെ പ്രസ് ചെയ്താൽ ഒന്നും വേദന ഒന്നും കൂടത്തില്ല, ഹാർട്ടിലോട്ട് ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. ചെസ്റ്റ് വാൾ പെയിൻ. പിന്നെ ഞാൻ ചോദിക്കുന്നു ക്വസ്റ്റ്യൻ, ഇത് കിട്ടിയതോടെ ഹിസ്റ്ററിയിൽ നിന്ന് ഇത്രയും വന്നോടനെ then ask more questions. Did you hit? Did anything hit your chest? I don't recall. ഓർമ്മയൊന്നും വരുന്നില്ല അങ്ങനെ ഒന്നും ഇതായിട്ടൊക്കെ. ഞാൻ പറയും, do you remember doing any unusual activity? എന്തെങ്കിലും? Yeah, just 3 days back we are moving to a new apartment. All the furniture, everything I helped in moving. പുതിയതിലോട്ട് മാറാനായിട്ട് ഫർണിച്ചർ എല്ലാം മൂവ് ചെയ്യുമ്പോൾ ഏതോ ഫർണിച്ചർ എവിടെയോ തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്പ്രെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ സി എന്നിട്ടേ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഈ ഹിസ്റ്ററി, യെസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ഹിസ്റ്ററി എടുത്തപ്പോൾ ഹാർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ECG നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മെഷീൻ റീഡ് ചെയ്യും, മെഷീൻ ഇന്റർപ്രിട്ടേഷൻ. ഈ ഇരിക്കുന്ന ഡോക്ടർ ജയചന്ദ്രൻ, ഡോക്ടർ ഭദ്രൻ, ആരായാലും ശരി, നിങ്ങളുടെ ECG എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 7-8 പേരുടെ ആ മെഷീൻ റീഡ് ചെയ്യുന്നത് അബ്നോർമൽ എന്നായിരിക്കും റീഡ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും വേവ് കുറച്ച് താഴോട്ട് പോയി കുറച്ച് ചരിഞ്ഞാൽ മതി, ദി മെഷീൻ വിൽ റീഡ് അബ്നോർമൽ. അപ്പൊ അങ്ങനെ അബ്നോർമൽ റീഡിങ് ECG. ഉടനെ ഇയാൾ എന്ത് ചെയ്യുന്നു? എന്നാ പിടിച്ചോ, നേരെ ഫർദർ ടെസ്റ്റ്, എക്കോ കാർഡിയോഗ്രാം ആൻഡ് സ്ട്രെസ് ടെസ്റ്റ്. അത് വേറെ ദിവസമാണ് ഞാൻ പോകുന്നത്. എത്ര ചെലവ്, പേഷ്യന്റ് ആങ്സൈറ്റി കൂടിയോ? വേറെ ഇറ്റ് വാസ് നത്തിങ് ബട്ട് എ ചെസ്റ്റ് വാൾ പെയിൻ. ഞാനൊരു പെയിൻ കില്ലർ ക്രീം, നമ്മുടെ നാട്ടിൽ കുറെ ക്രീമൊക്കെ ഉണ്ടല്ലോ, റബ് ചെയ്യാൻ പറ്റുന്ന ചില ക്രീം, ഒരു പെയിൻ അതിനുള്ള അനാൽജസിക് ക്രീം ആൻഡ് നമ്മുടെ നാട്ടിൽ ബ്രൂഫൻ, അതിൻ്റെ ഇവിടെ ഐബുപ്രോഫൻ മോട്ടറിൻ എന്ന് പറയും, അതും കൊടുത്തു. 3 ദിവസം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, ഇറ്റ് മേ ടേക്ക് 3 or 4 days for it to feel better. If it is not getting better or if it is getting worse, then you call us. അയാൾ വിളിച്ചേ ഇല്ല, എല്ലാം മാറി. അപ്പൊ ഇവിടെയാണ് ആ വില്യം ഓസ്ലർ പറഞ്ഞതും ഈ വെലയന്നൂർ രാമചന്ദ്രൻ പറഞ്ഞതും വരുന്നത്. ഹിസ്റ്ററി അത് ഇന്ന് എത്ര പേര് എടുക്കുന്നുണ്ട്? 40% ജൂനിയർ ഡോക്ടേഴ്സിൽ എടുക്കാനും അറിഞ്ഞും കൂടാ. ഇന്നത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് തന്നെ വളരെ പൂറാണ്. 40% ടീച്ചേഴ്സിനും ഹിസ്റ്ററി എടുക്കാൻ അറിഞ്ഞുകൂടാ. എന്റെ ഭാഗ്യം, ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഇന്നിവിടെ വീരലക്ഷ്മണ അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അറിയാം. ഡോക്ടർ കെ നാരായണപ്പൈ, അദ്ദേഹത്തിന്റെ അടുത്ത് ഇദ്ദേഹം പോയിട്ടുണ്ട്, വേറെയും പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. ആ പൈസാർ എന്ന് പറയും ഞങ്ങൾ, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുക്കുന്നതാണ് ആർട്ട് ഓഫ് ടേക്കിംഗ്. വെരി ഗുഡ് ലിസണർ, ഇന്റർപ്റ്റ് ചെയ്യത്തില്ല, ശ്രദ്ധിച്ചു കേൾക്കും, റഷ് ചെയ്യത്തില്ല.
ചില പേഷ്യന്റ് 10 മിനിറ്റ്, ചില പേഷ്യന്റ് 20 മിനിറ്റ്, ചില പേഷ്യന്റ് 30 മിനിറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ. ഡയഗ്നോസിസ് ഓൾമോസ്റ്റ് ഓൾവേസ് കറക്റ്റ് ഡയഗ്നോസിസ്. അതാണ് പവർ ഓഫ് ലിസണിങ്. അതാണ് ഡോക്ടേഴ്സും നന്നായിട്ട് ശ്രദ്ധിച്ചേക്കണം. പേഷ്യൻസ്, നല്ലൊരു ശതമാനം പേഷ്യൻസ് ഓൾസോ ദേ ഡോണ്ട് ലിസൺ. നമ്മൾ പറയുന്നത് ഒന്നും ശ്രദ്ധിച്ച് കേൾക്കത്തില്ല. ഒരു ഗുളിക 3 നേരം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവസാനം വീട്ടിൽ ചെന്ന് കഴിക്കുന്നത് 1 നേരം. ആഹാരത്തിന് ശേഷം കഴിക്കണം എന്ന് പറഞ്ഞത് ആഹാരത്തിന് മുമ്പ് കഴിക്കും. വെറും വയറ്റി കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് വെറും വയറ്റി കഴിക്കും. കേൾക്കുന്നില്ല. വെറും വയറ്റി കഴിച്ചുകൂടാത്ത മരുന്നുകൾ കഴിച്ചിട്ട് ഇന്നാ പിടിച്ച അവസാനം ഛർദ്ദലും നെഞ്ചരിച്ചിലും വേദനയായിട്ടൊന്ന് ആശുപത്രി എത്തും. അമ്മ റൈറ്റ്? ചേച്ചി എന്താ റൈറ്റ് ആണെച്ചാൽ കൈ പൊക്കിയാൽ മതി. ശരിയാണോ? റൈറ്റ്. പേഷ്യൻസ് ആർ വെരി പുവർ ലിസണേഴ്സ്. പിന്നെ ചിലരെന്നറിയാം ബൈസ്റ്റാൻഡറുമായിട്ട് വരും, ഭാര്യയായിട്ട് വരും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായിട്ട് വരും, ആരും കേട്ടും ഇവർ കേൾക്കത്തില്ല. കൂടെ നിൽക്കുന്ന അയാൾ കേട്ടോട്ടെന്ന്. ഇവർ ധരിക്കുന്ന അറിയാം എല്ലാം ഭാര്യ ശ്രദ്ധിച്ച് കേട്ടോളുന്നു. ഭാര്യ വിജയിക്കുന്ന അയാളുടെ പറഞ്ഞിട്ടില്ല, അയാൾ കേട്ടോണ്ടിരിക്കുകയാണെന്നുള്ളത്. അതാണ് രണ്ടുപേരും കേൾക്കുന്നില്ല. ഭാര്യയും കേൾക്കുന്നില്ല, ഭർത്താവും കേൾക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നറിയാം എന്നപ്പോഴേ ഒന്നേ ശ്രദ്ധിച്ച് എന്റെ അടുത്ത് കേൾക്കണം. നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ ഭാര്യ കേൾക്കുമെന്നോ നിങ്ങളുടെ മറ്റു കേൾക്കുന്നല്ല, നിങ്ങൾ തന്നെയാണ് കേൾക്കേണ്ടത്. നിങ്ങളാണ് രോഗി കേട്ടോ എന്ന് പറഞ്ഞ്, അത് മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയാം അവര്. ഞാനിപ്പോ എന്താ പറഞ്ഞോന്ന് പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് പറയണം കേട്ടിട്ടില്ല. അത് ഞാൻ പറയാം, ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഈ ഗുളി എത്ര നേരം കഴിക്കണം എന്ന് പറഞ്ഞത്. അത് എന്നിട്ട് ഭാര്യ നോക്ക്, എത്ര നേരം അടി, എത്ര നേരം അടി. ഭാര്യ അങ്ങനെ നോക്കുന്നു. രണ്ടുപേരും കേട്ടിട്ടില്ല. വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ് ലിസണിങ്. ബിഫോർ സീയിങ് എ ഡോക്ടർ, ഇനി രോഗികൾക്കുള്ളതാണ് ഇൻസ്ട്രക്ഷൻ ആണ്. എല്ലാവരും ഡോക്ടർമാരെ മാത്രം കുറ്റം പറയാനായിട്ട് എല്ലാം അങ്ങോട്ട് ഇറങ്ങി ഓടി വരും. പേഷ്യൻസ് ആണ് നല്ലൊരു ശതമാനം ഈ ചികിത്സയിൽ എല്ലാത്തിന്റെയും ആ ഫെയിലിയറിന് റൂട്ട് കാസ് പേഷ്യൻസ്. അതാണ് ഞാൻ ഇനി പറഞ്ഞു വരാൻ പോകുന്നത്. ബിഫോർ സീയിങ് എ ഡോക്ടർ, ബി പ്രിപ്പയർഡ് ടു നരേറ്റ് യുവർ സിംറ്റംസ് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഇൻ 1 minute. This helps busy doctors to think about a working diagnosis quickly. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തന്നെ മുമ്പേ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് മെന്റലി റിഹേഴ്സ് ചെയ്യണം. എന്ത് അവിടെ ചെന്നാണ് പറയാൻ പോകുന്നുള്ളത്. ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കട്ടെ ഞാൻ പറയാം, ഡോക്ടർ ചോദിക്കട്ടെ ശരിയാകത്തില്ല. ഡോക്ടർ സമയമില്ല. 1 മിനിറ്റിനകത്ത് പറയാനുള്ളത് പറയാം. അത് ഞാൻ കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. Correct diagnosis depends on 4 things. History of symptoms. സിംറ്റം നന്നായിട്ട് ക്ലിയർ ആയിട്ട് ആ ടൈം ഏറ്റവും എത്ര നാൾ മുമ്പ് തുടങ്ങി അതിന് ശേഷം പുതിയ സിംറ്റം വല്ലതും വന്നിട്ടുണ്ടോ അതെല്ലാം പറയുന്നതാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് പാസ്റ്റ് ഇൽനെസ്. ഡോക്ടർക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളെ നോക്കിയാവണമെന്ന് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ, ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നുണ്ടോ, നിങ്ങൾ മറ്റേ ബ്ലഡ് പ്രഷർ മരുന്ന് കഴിക്കുന്നുണ്ടോ, ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് അസുഖങ്ങൾ ഉണ്ടെന്നുള്ളത് അത് രോഗി പറഞ്ഞാലേ ഇതാകത്തുള്ളൂ. രോഗി പറയാറില്ല മിക്കപ്പോഴും. എല്ലാ റെക്കോർഡും കൊണ്ട് ഡോക്ടർ മുമ്പിൽ കൊണ്ടുവയ്ക്കും. ഡോക്ടർ വായിക്കാൻ സമയമുണ്ടോ? ഇല്ല. വളരെ റിലവന്റ് ആയിട്ടുള്ള റെക്കോർഡ് മാത്രം കൊടുക്കണം, റിലവന്റ് ആയിരിക്കണം. ഞാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് അദ്ദേഹം ഇപ്പം ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ട്. ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 100 വയസ്സ് കഴിഞ്ഞാണ്. അദ്ദേഹം വന്നിട്ട് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ അവിടെ നാട്ടിലുണ്ടായിരുന്നപ്പോഴും മാസത്തിലൊരിക്കൽ പോകും. പുള്ളിക്കാരന് ഒരുപാട് വായനാശീലമുള്ളതാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. ആ ഷേക്സ്പിയർ, ആ എ.ജെ. ക്രോണിൻ, അത് ഇത് എന്നൊക്കെ പറയും. ആ പുള്ളിയുടെ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും. അത് കേൾക്കാനാണ് പോകുന്നത്. പക്ഷെ എനിക്ക് അതിന് ശിക്ഷയുണ്ട്. എന്താ പറയാ, അതെല്ലാം കഴിഞ്ഞ് അങ്ങയുടെ അസുഖത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങും. അങ്ങയുടെ അസുഖം എനിക്ക് ഒരു ഡൗട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്ത് നിന്ന് ഇങ്ങനെ അഡീഷണൽ സെക്രട്ടറി ചെല്ല് ഒരു ഫയല് കേട്ടോ. അങ്ങേര് 1950 മറ്റേ മദ്രാസിൽ പോയി അവിടെ ഉള്ള ട്രീറ്റ്മെന്റ് മുതൽ അതിന് ശേഷമുള്ള ENT ഡോക്ടറെ കണ്ട് മറ്റെല്ലാം കൂടെ ആയിട്ട് ഒരു 10-100 ഇത് കാണും കേട്ടോ. എല്ലാം കൊണ്ടുവന്ന് ഇതൊന്ന് പാരുങ്ക
எப்படி இருக்குன்னு எதுக்கு நான் சொல்றேன். എങ്ങനെയുണ്ട് இதெல்லாம் கூட ഞാൻ നോക്കണമെന്ന് പറഞ്ഞാല് நம்ம சாமி இப்ப என்ன பண்ண சொல்லுங்க, நீங்க அதெல்லாம் பாருங்க, அங்கே சூடா என் எடுத்து நீங்க பாருங்க, நீங்க கவனிச்சு பார்க்காம அதுக்கு பிறகு நான் சொல்றேன் എന്താ പറയാ. ഇങ്ങനെ എല്ലാം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പിന്നെ ഉഴപ്പി ഇങ്ങനെ ഓടിച്ച് എങ്ങനെ അത്രയും ഓരോന്നും നോക്കാനായിട്ട് വലിയ ത്രില്ലിംഗ് നോവലാണോ? നോവലല്ലല്ലോ, കഥ വായിക്കാനാണ്. എന്നിട്ട് അവസാനം ഇനി അസുഖം പറയുന്നത് അയ്യോ അങ്ങേര് പറയാൻ തുടങ്ങിയ പോക്കാണ്. വളരെ ടൂ മച്ച്. നേരത്തേക്ക് കാലയില് ഒന്ന് വയറ് கொஞ்சம் இதாச்சு, அப்செட் ஆச்சு. ஒரு 7 மணி ஒரு 3 மினிட் இருக்கும். நேர டாய்லெட்டுக்கு போனேன். போன உடனே மோஷன் வந்துட்டு கொஞ்சம் கொஞ்சம் இதாட்டு ஸ்ட்ரெயின் பண்ண வேண்டி வந்து ஸ்ட்ரெயின் பண்ணி வந்த உடனே எல்லாம் வந்துட்டு ஒரு ஒரு പെൻസിലോടെ அந்த തിക്നെസ് ഒരു 4 ഇഞ്ച് അത് ആ മോഷന്റെ ആ സൈസും ഷേപ്പും എല്ലാം പറയണം 4 ഇഞ്ച് വെച്ച് 2-3 ഇത് പോச்சு. അത് കഴിഞ്ഞ് ഒരു 7 മണി ഒരു 32 മിനിറ്റ് ടൈം നോക്കിക്കോളേ, എത്ര അക്യുറേറ്റ് ആയിട്ട് 7 മണി 32 മിനിറ്റ്. അപ്പം போனேன் மறுபடியும் வந்து போச்சு. இப்ப கொஞ்சம் லூசா நம்ம செளி இருக்குல்ல, அது அது மழை பெஞ்சா கொஞ்சம் செளி வரும்ல அந்த மாதிரி. அது കഴിഞ്ഞ് ഒരു 7:48 അപ്പം போறேன். ഇപ്പൊ നല്ല തണ്ണി മാറി ഇങ്ങനെ പറഞ്ഞ് നമ്മളുടെ ക്ഷമ എല്ലാം പോയി കിട്ടും. അവിടെ ടൂ മച്ച് ഇൻഫർമേഷൻ. ഡു എഗ്രി? എഗ്രി എന്നുണ്ടെങ്കിൽ ഏട്ടെ. ഡു എഗ്രി? ഇതെല്ലാം കേട്ടോണ്ടിരിക്കാനുള്ള ക്ഷമയുണ്ടോ? എഗ്രി? ഓക്കെ 15. ഇത് റിയൽ ആണ് പറയരുത്, റിയൽ സ്റ്റോറി. അത് കാരണം പുള്ളി അസുഖം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയും സ്വാമി എനിക്ക് ഒരു 5 മിനിറ്റിലെ ഒരു വൈറ്റ് ലൈ അടിക്കും. 5 മിനിറ്റിലെ இன்னொரு நான் பார்க்க போகணும், சுருக்கமா சொல்லுங்க, ഒന്ന് ചുരുക്കി പറഞ്ഞു. அப்படி எப்படி சுருக்கமா? നാളേക്ക് വാങ്ങേ, നാളെ വരാനായിട്ട് അങ്ങേർക്ക് അതിനെ ഷോർട്ടൻ ചെയ്ത് പറയാൻ വയ്യ. നാളേക്ക് വാങ്ങേ പറഞ്ഞു. ഇതാണ് ചില പേഷ്യൻസ്. ഒന്നിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, കേട്ടിട്ടില്ലേ? ഒന്നിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതിന്റെ തമിഴിൽ പറയും വച്ചാ കുടുമി അടിച്ചാ മുട്ട. ഒന്നിൽ കുടുമി വെക്കും അല്ലെങ്കിൽ മുട്ട അടിക്കും. മുട്ട അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കംപ്ലീറ്റ് അല്ലെങ്കിൽ കുടുമി. വച്ചാ കുടുമി അടിച്ചാ മുട്ട. ഹിസ്റ്ററി ഓഫ് അലർജി ടു ഡ്രഗ്സ് ആൻഡ് ഫുഡ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്നുള്ളത് ഹിസ്റ്ററി ഓഫ് പാസ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് കറന്റ് ട്രീറ്റ്മെന്റ്. ഇതിനു മുമ്പ് എന്ത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഏതെങ്കിലും ഓപ്പറേഷൻ ആയിട്ട് വയറുവേദന ആയിട്ട് പോകുന്നു, എനിക്ക് പണ്ട് അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്തു, ദാറ്റ് ഇസ് റിലവന്റ്. അതേപോലെ എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴെന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആ കറണ്ട് ഡ്രഗ്സ് അറിയണം. ചിലപ്പോൾ ആ മരുന്നായിരിക്കാം അത് കാരണമാണ് ഈ അസുഖം. ഈ രോഗം ലക്ഷണം പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഹൈഡ്രോജനിക് ഇൽനസ് ആയിരിക്കും, അത് കാണിച്ചില്ലെങ്കിൽ അറിയത്തില്ല. ഇനി ഞാൻ ഒരു സിമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഇന്ന് ഓവർ ദി കൗണ്ടർ ആയിട്ട് മൾട്ടി വൈറ്റമിൻ എല്ലാവരും കേട്ട് കാണും. വൈറ്റമിൻ ടാബ്ലറ്റ് അങ്ങ് വാരി വിഴുങ്ങുന്നവരുണ്ട് ഒരുപാട് പേര്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, മൾട്ടി വൈറ്റമിൻ, മൾട്ടി മിനറൽസ്. ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം ഞാൻ 1-2 ടോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് യൂട്യൂബിൽ കാണണം. ഹൈപ്പർ വൈറ്റമിനോസിസ് എ, വൈറ്റമിൻ എ കൂടുതലായിട്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ നിന്നും കിട്ടും വൈറ്റമിൻ എ. അതായത് ക്യാരറ്റ് കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ, പപ്പായ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ, മാംഗോ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ, അതിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഈ വൈറ്റമിൻ എ ക്യാപ്സ്യൂളും ടാബ്ലറ്റ് അടിച്ചു കയറ്റും. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻ ആണ്. പെട്ടെന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകത്തില്ല, മൂത്രത്തിൽ കൂടെ പോകത്തില്ല. ഇത് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഈ എക്സസ് വൈറ്റമിൻ എ ക്യാൻ ഗീവ് യു ഹെഡേക്ക്. അറിയാമോ നിങ്ങൾക്ക്? അറിഞ്ഞോണെങ്കിൽ അറിഞ്ഞോന്ന് പറഞ്ഞേ, നോ എന്ന് പറഞ്ഞേ. ഈ പറയുന്ന പോയിന്റ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നോ ഇട്ടേ. ഹൈപ്പർ വൈറ്റമിനോസിസ് can cause headache. അറിയാമായിരുന്നോ? ഇല്ല. ഗുഡ്, താങ്ക് യു. അപ്പൊ ഇതേപോലെ ഈ വൈറ്റമിൻ എ എക്സസ് ഉണ്ടായിരിക്കും തലവേദന, മുടി കൊഴിച്ചില്, ബോൺ പെയിൻ.
ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താ, CT സ്കാൻ എടുക്കും. CT സ്കാൻ നോർമൽ. തലവേദനയ്ക്കുള്ള പുതിയൊരു മരുന്ന് തരും. ശരി, ആ മരുന്ന് മരുന്ന് കഴിക്കുന്നു, തലവേദനയ്ക്ക് ആശ്വാസമുണ്ട്. പക്ഷെ വൈറ്റമിൻ എ കഴിക്കുന്നത് നിർത്തിയിട്ടില്ല, എക്സസ് ഡോസ്. ഈ ഹെഡേക്കിന് റിലീഫ് കിട്ടും ഈ പെയിൻ മെഡിസിൻ കഴിച്ച് ഒരു 5 ദിവസം കഴിഞ്ഞ് നിർത്തി, പിന്നെയും തലവേദന, പിന്നെയും ഡോക്ടർ തരും. ഡോക്ടർ ആ മരുന്ന് കഴിച്ചപ്പോൾ തലവേദന കുറവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പിന്നെയും ഉണ്ട് തലവേദന. ഉടനെ ഡോക്ടർ വേറൊരു പെയിൻ കില്ലർ കൊടുക്കും. ഒരു പെയിൻ കില്ലർ, അടുത്ത പെയിൻ കില്ലർ, അടുത്ത പെയിൻ കില്ലർ. റൂട്ട് കാസ് എന്തോന്നാണ്? വൈറ്റമിൻ എ എക്സസ്. ഒരു എക്സാമ്പിൾ, സമയപരിമിതി കാരണം കൂടുതൽ എക്സാമ്പിൾ പറയുന്നില്ല. അതുകൊണ്ടാണ് എന്ത് കഴിക്കുന്നു എന്നുള്ളത് കൊണ്ടുപോയാലും ഞാൻ ഒന്ന് മാത്രം ഉറപ്പിച്ച് പറയാം, ഈ വൈറ്റമിൻ എ ഈ തലവേദന ഉണ്ടാക്കുന്നുള്ളത് നിങ്ങളൊരു 10 അലോപ്പതി ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 8 പേർക്കും അറിഞ്ഞുകൂടാ. അത് ഞാൻ പറഞ്ഞുതരാം. ശരി, ഞാൻ ഈ ഇതിലൊക്കെ ഒരുപാട് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഐ ഷുഡ് റീഡ് എ ലോട്ട് അബൌട്ട് ഈ ഹൈപ്പർ വൈറ്റമിനോസിസ്. അങ്ങനെയാണ് എനിക്കറിയുന്നത്, എനിക്കൊരു അറിഞ്ഞുകൂടാ. എക്സാമ്പിൾ ഓഫ് ഗുഡ് ഹിസ്റ്ററി ഓഫ് സിംറ്റംസ് ഫോർ പേഷ്യന്റ്. ഒരാൾ ഒരു പറയുന്നു, പനി 3 ദിവസം, പനി തുടങ്ങിയിട്ട് 3 ദിവസമായി, അതിന്റെ കൂടെ മൂത്രമൊഴിക്കുമ്പോൾ ഒരു നീറ്റലുണ്ട് 3 ദിവസമായിട്ട്, തലവേദന 2 ദിവസമായിട്ട്, ഒരു ദിവസം ഇന്നലെ മുതൽ ഛർദ്ദലും ഓർക്കാനോ. ഇങ്ങനെയാണോ ഹിസ്റ്ററി കിട്ടുന്നത് മിക്കപ്പോഴും? ഇല്ല. ഞാൻ അവിടുത്തെ ഇനി കുറച്ച് അഭിനയിച്ച് കാണിച്ചു തരാം. ഞാനൊരു നല്ലൊരു, എന്റെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു കഥാപ്രസംഗമാണ് നടത്തുന്നത്. ചില എന്റെ ടോക്ക് എല്ലാം കഥാപ്രസംഗമാണെന്ന് പറയും. സാംബശിവന്റെ സ്റ്റൈലിലാണെന്നൊക്കെ പറയും. ഈ സാംബശിവന്റെ കാഷ്വൽ OP പണ്ട് വർക്ക് ചെയ്യുമ്പോൾ, എന്താ അസുഖം? സുഖമില്ല. സമയം നോക്കിക്കോളാം, ആ കൂടി 3 മിനിറ്റേ ഉള്ളൂ, 2-3 മിനിറ്റേ ഉള്ളൂ. എന്താ അസുഖം? സുഖമില്ല. എന്താണ് സുഖമില്ലെന്ന് പറഞ്ഞാല്? ഒരു പനി. നിർത്താണ്. പിന്നെ അടുത്ത് ചോദിക്കണം, പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? കുറച്ച് നാളായി. കുറച്ച് നാളായെന്ന് പറഞ്ഞാല് കുറച്ച് ദിവസമായി. അതായത് എനിക്ക് നാളെന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നതായിരിക്കാണ്, അയാൾ നാളിനെ പിടിച്ച് കുറച്ച് ദിവസമായി. ഈ കുറച്ച് ദിവസം പറഞ്ഞാൽ എത്രയാണ്? 3 ദിവസമോ 5 ദിവസമോ 8 ദിവസമോ 10 ദിവസമോ? 5 ദിവസമായി. ശരി, പനി അല്ലാതെ പിന്നെ എന്തുകൊണ്ട്? ഒരു തലവേദന. എല്ലാം ഒന്നാണ്, സിംഗുലറാണ് കേട്ടോ. 2 തലവേദനയില്ല, 2 പനിയില്ല, ഒറ്റ പനിയേ ഉള്ളൂ. അപ്പോൾ സമയമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ശരി, ഒന്ന് തൊട്ട് നോക്കിയിട്ട് മരുന്ന് കൊടുക്കും. എന്തിനാണ്? ഐ ഡയഗ്നോസ് വൈറൽ ഫീവർ, ഹെഡേക്ക് because of viral fever, because of the incomplete history. ആ മൂത്രമൊഴിക്കുമ്പോൾ ഒരു നീറ്റലുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. ഇന്നലെ ഛർദ്ദിച്ച് ഓർക്കാനുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. ഞാൻ കൊടുക്കുന്ന ഈ മരുന്നായിട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ആ മരുന്ന് ചിലപ്പം സ്റ്റൊമക്ക് ഇറിറ്റേറ്റ് ചെയ്താൽ ഛർദ്ദല് കൂടും. വീട്ടിൽ പോയിട്ട് ഛർദ്ദല് കൂടുന്നു. ആ യൂറിനിൽ പോകുന്നതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം. ഞാൻ യൂറിൻ ടെസ്റ്റ് ഓർഡർ ചെയ്തോ? ഇല്ല. ആന്റിബയോട്ടിക് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോ? ഇല്ല. അപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ won't get diagnosed. Misdiagnosis and already nausea, vomiting ഉള്ളപ്പോൾ ആ സ്റ്റൊമക്കിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മരുന്ന് കൊടുക്കുന്നു. ഇത് ക്ലിയർ ആയോ? ഈ എക്സാമ്പിൾ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറഞ്ഞേ. റിയൽ ലൈഫ് സ്റ്റോറി. ദിസ് ഹാപ്പനിങ് എവറി ഡേ in every hospital, every day. Thank you, Naji. അത് പിന്നെ ഞാനായിട്ട് കുറച്ചെങ്കിലും ഒഴിവാക്കാൻ നോക്കിയെങ്കിൽ ഒരു 1-2 മാസമായപ്പോ ഇതാണ് പാറ്റേൺ കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ തന്നെ എന്റെ അപ്രോച്ച് മാറ്റി. ഞാൻ വന്നിരിക്കുമ്പോൾ എന്നെ കാണാനായിട്ട് എന്ത് അസുഖത്തിനാണ് വന്നത്, അല്ലെങ്കിൽ ആദ്യം എന്താണ് ചോദിച്ചാൽ സുഖമില്ല എന്ന് പറയുന്നത്, അതിന് പകരം എന്ത് അസുഖത്തിനാണ് എന്നെ കാണാൻ വന്നത്? അവൾ പറയും ഒരു പനി. പിന്നെ സിംഗുലറാണ്, ഒരു പനി. ഈ പനി തുടങ്ങിയിട്ട് 3 ദിവസമായോ 5 ദിവസമായോ ഒരാഴ്ചയായോ? പറയാം 5 ദിവസം. ഈ പനിയുടെ കൂടെ വേറെ വല്ല രോഗലക്ഷണം, തലവേദന, ചുമ, ഛർദ്ദൽ, ഓർക്കാനം വല്ലതും ഉണ്ടോ? അപ്പോഴും പറയും ഛർദ്ദലുണ്ട്, അല്ലെങ്കിൽ തലവേദന ഉണ്ട്. അപ്പൊ എനിക്ക് ഹിസ്റ്ററി കുറച്ചുകൂടി ബെറ്ററായി, ക്ലിയർ ആയി. ഇങ്ങനെ ഞാനായിട്ട്
റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഐ ഗെറ്റ് ദി ആൻസേഴ്സ്. എത്ര ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്? എത്ര ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്? ഇല്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇത് നിങ്ങളുടെ ഒരുപാട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നല്ലൊരു ശതമാനം രോഗികൾക്ക് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്ത് പറയണം, അത് ചുരുക്കത്തിൽ പറയണം. എങ്ങനെ പറയണം? എന്താണ് അസുഖം? ഒരു പനി, ഒരു 3 ദിവസമായിട്ട് പനി, 3 ദിവസമായിട്ട് അതിന്റെ കൂടെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ നീറ്റലുണ്ട്, പിന്നെ തലവേദന, അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഓർക്കാനുണ്ട്, ഛർദ്ദിച്ചു. എത്ര സെക്കൻഡ് എടുത്തു? 20 സെക്കൻഡ്. തീർന്നോ ഇല്ലയോ മറിയാമ്മജി? 20 സെക്കൻഡിൽ പറഞ്ഞോ? ഇല്ല, 1 മിനിറ്റ് എടുത്തു. ഈ പറഞ്ഞത് 1 മിനിറ്റ് എടുത്തോ? അല്ല, വാച്ച് എടുത്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്പൊ പറഞ്ഞുതരാം. എന്താ അസുഖം? ഇപ്പോഴത്തെ അല്ല, ആദ്യം പറഞ്ഞു. ഞാൻ പ്രസന്റ് ചെയ്തത് ഇപ്പൊ പറഞ്ഞ പെട്ടെന്നത് അത് തന്നെ പറഞ്ഞത്. 20 സെക്കൻഡിൽ പറയാനായിട്ട് രോഗി തയ്യാറായി വരണം. അത് 3 ദിവസമായിട്ട് പനി, മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റലുണ്ട്, 3 ദിവസമായിട്ട്, 2 ദിവസമായിട്ട് തലവേദന, 1 ദിവസമായിട്ട് ഇന്നലെ മുതൽ ഛർദ്ദൽ. 15-20 സെക്കൻഡേ ഉള്ളൂ. ഹിസ്റ്ററി കംപ്ലീറ്റ്. You get the right diagnosis, right investigations. അതാണ് ഇന്നത്തെ ഈ സെക്കൻഡ് പാർട്ടിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പേഷ്യന്റിനെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ തിരിച്ചു വന്ന് പറയും, ഞാൻ പറയാനുള്ളൂ, ഒന്നും പറയാൻ സമ്മതിച്ചില്ല ഏട്ടാ, ഡോക്ടർ ഒന്നും കേട്ടില്ല. എനിക്ക് മറ്റേ ഇതൊക്കെ ഓർക്കാനും ഛർദ്ദിച്ചൊന്നും ഡോക്ടർ കേട്ടില്ല, ഒരു മരുന്ന് എഴുതുന്ന പറഞ്ഞു വിട്ടു, തീർന്നു. പിന്നെ വേറെ ചിലരുണ്ട്, കുറച്ച് സബർബിൽ നിന്ന് വന്ന്, അന്നൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ വർക്കലയിൽ നിന്ന് ചില പേഷ്യന്റ് വരും. അപ്പോഴേക്കും എന്താ അസുഖം? പിന്നെ എന്റെ ശേഷാറൻ അവൻ പേർഷ്യയിലാണ്, അവൻ പേർഷ്യയിൽ നിന്ന് ഓണത്തിന് വന്നു കേട്ടാ, എന്നിട്ട് കഥ പറയാൻ എൻ്റെ അടുത്ത്, ഓണത്തിന് വന്നു കേട്ടാ. ഞാൻ പറയാം എന്താ അസുഖം? അല്ലല്ല, ഞാൻ പറയാം, അവൻ പ്ലഷർ കാറിൽ, അവർക്ക് ടാക്സി കാർ എന്ന് പറയാൻ അറിഞ്ഞൂടാ, പ്ലഷർ കാറാണ്. എന്നിട്ട് ആ പ്ലഷർ കാറിൽ വീട്ടിൽ വന്നിട്ട് അവൻ വന്ന് കഥവ് തട്ടിയപ്പോൾ ഞാൻ അവിടെ അടുക്കളയിൽ ഞാൻ ഈ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എന്താ അസുഖം? അല്ല അത് അപ്പൊ ഉടനെ ഞാൻ എന്ത് ചെയ്ത്, ഒന്ന് പെട്ടെന്ന് ആരെ വിളിക്കുന്നു പറഞ്ഞ് വന്നപ്പോൾ ആ കാല് തെറ്റി വീട്ടിനകത്ത് വീണു. അപ്പൊ വീണപ്പോ നടുപിടിച്ചു. അപ്പൊ ആ കൂടി എത്ര സമയം പോയി? ശേഷാറൻ പേർഷ്യയില്, പ്ലഷർ കാർ, ഞാൻ ചായ വെച്ചോണ്ടിരുന്നു. വല്ല യൂസ്ഫുൾ ആണ്? ഇറലവന്റ്. പറയേണ്ടതായിരുന്നു, ഞാൻ 2 ദിവസം മുമ്പ് വീട്ടില് വന്ന് കാല് തെറ്റി വീണു, അത് നടുപിടിച്ചു, നടുവേദന, ആ വേദനപ്പെടുന്നു. തീർന്നില്ലേ? അതല്ലേ ഹിസ്റ്ററി മറിയാമ്മജി? ഇതറിഞ്ഞൂടാ. അപ്പോഴത്തേക്ക് നമ്മൾ പ്ലഷർ കാറും എല്ലാം കേട്ട് ബോറടിച്ചിട്ട് എന്താണ് ഇപ്പൊ എന്താണ്, അല്ല ശരി, നടുവേദന തൊട്ടിട്ട് ഇന്ന് വിളിച്ചൊരു ഗുളി എഴുതി പറഞ്ഞു വിടും, അല്ലെങ്കിൽ CT സ്കാൻ ഓർഡർ ചെയ്യും, എന്തെങ്കിലും ചെയ്തേക്കും, പറഞ്ഞു വിടും. ഹിസ്റ്ററി, പേഷ്യൻസ് നല്ല ഹിസ്റ്ററി പറയണം, ബ്രീഫായിട്ട്, ഉള്ള സമയത്തിനകത്ത്. Doctors are our partners. They need all the assistance we can give them to be sure we get the right diagnosis. ഇതിനാണ് മലയാളത്തിൽ ഞാനായിട്ട് മോട്ടിവേറ്റ്, രോഗി പാതി ഡോക്ടർ പാതി. പണ്ട് കേട്ടിട്ടില്ലേ, താൻ പാതി ദൈവം പാതി? കേട്ടിട്ടുണ്ടോ? താൻ പാതി ദൈവം പാതി. 50% നമ്മുടെ എഫർട്ട്, 50% ദൈവം. അതുപോലെ രോഗി പാതി, പിന്നെ ഡോക്ടർ പാതി. ആ രോഗിയുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതാണ് മെയിൻ എംഫസിസ്. ഈ പറഞ്ഞത് ക്ലിയർ ആയെങ്കിൽ ഒരു C എന്ന് ഇട്ടേ ചാറ്റ് ബോക്സിൽ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു മാഗസിനെങ്കിലും എഴുതുന്നുണ്ടോ? ആരോഗ്യഭൂമി, ആരോഗ്യരമ, ആരോഗ്യ കൗമുദി, ഒരിടത്തും എഴുതുന്നില്ല. ഏതെങ്കിലും ചാനൽ വരുന്ന ഡോക്ടർമാർ പറയാറുണ്ടോ? ഇല്ല. ഞാൻ ഈ പറയുന്നത് ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? രോഗിയെ അവർക്ക് ബോധവൽക്കരിക്കുന്നില്ല. ഹിസ്റ്ററി എങ്ങനെ പറയണം? താങ്ക് യു ദാദാജി. ഹിസ്റ്ററി എങ്ങനെ പറയണം, ആൻഡ് ഹിസ്റ്ററിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തോ ആണ്, അതാണ് വേണ്ടത്. അതില്ലാത്ത കാരണം ഹിസ്റ്ററി റിമൈൻസ് എ മിസ്റ്ററി. ചന്ദ്രിയ മോഹൻ, ഹിസ്റ്ററി റിമൈൻസ് എ മിസ്റ്ററി. പിന്നെന്താ, ഡയഗ്നോസ് ഒരിക്കലും ശരിയായ ഡയഗ്നോസ് വരത്തില്ല. ഈ ഇരിക്കുന്ന മറിയാമ്മജിയുടെ ഇപ്പൊ ഒരു അസുഖം ഇല്ലെങ്കിൽ ചെന്ന് ഒരു എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ, ആ സ്പൈൻ എടുത്ത് നോക്കി, റേഡിയോളജിസ്റ്റ് അതിൽ കുറെ കുഴപ്പങ്ങൾ പറയും. ശരിയാണോ ഞാൻ പറയുന്നത്? അതിൽ പറയും മറ്റേ ഇവിടെ കംപ്രഷൻ കാണുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയ ഓസ്റ്റോഫൈറ്റ് ഉണ്ട്, ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇതുണ്ട്.
അബ്നോർമാലിറ്റി കാണും, ഇല്ലാത്ത ആളും കാണത്തില്ല. എന്റെ എടുത്തു കഴിഞ്ഞാൽ CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന എനിക്കൊരു ഇതുമില്ല, വേദന ഇവിടെ ഇല്ല. റേഡിയോളജിക്കലി അബ്നോർമാലിറ്റി ആണ്. പിന്നെ ആ റേഡിയോളജിക്കൽ അബ്നോർമാലിറ്റിക്കാണ് ചികിത്സ കൊടുക്കുന്നത്. അതാണ് തമാശ. ആവശ്യമില്ലാത്ത ചികിത്സ, റേഡിയോളജിക്കൽ അബ്നോർമാലിറ്റി. That is what is happening. Always bring the following documents. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇതെല്ലാം ഞാൻ പേഷ്യൻസ് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സും ബാക്കിയുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണേ. ഈ വീഡിയോ ഇത്രയും ഒരു വീഡിയോ ഞാൻ അവർക്ക് എവിടെയും ജീവിതത്തിൽ കണ്ടു കാണത്തില്ല, ഇനി കാണാനും പറ്റത്തില്ല. പാസ്റ്റ് മെഡിക്കൽ റെക്കോർഡ്സ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മറ്റേ സ്വാമി കൊണ്ടുവന്ന പോലെ ഇത്രയും കൊണ്ടുവരരുത്, കുന്നുപോലെ കൊണ്ടുവന്നുള്ളരുത്. പാസ്റ്റ് മെഡിക്കലിന് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത്, റീസെന്റ് ആയിട്ട് ഇപ്പം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, ആ ഡിസ്ചാർജ് സമ്മറി കൊണ്ടുവരണം. അപ്പൊ അതിൽ എന്തൊക്കെയാണ് അത് ചെയ്തെന്നുള്ളത് എല്ലാം പിടികിട്ടും ആ ഡിസ്ചാർജ് സമ്മറി വായിക്കുമ്പോൾ. പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ്, എന്താണ് മരുന്നുകൾ, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇന്ന് ഓവർ ഡോസിങ്. 3 പേരും ഒരേ മരുന്ന് എഴുതിയിരിക്കുന്നു, ഡിഫറെന്റ് ബ്രാൻഡ് നെയിമിൽ. അത് കൊണ്ടുവരാറില്ല ഇപ്പോഴും നാട്ടില്. ഇവിടെ അമേരിക്കയിൽ അതുപോലെയാണ് ഒരുപാട് പേഷ്യൻസ്. അത് ഞാൻ പിന്നെ മാറ്റിയെടുത്തു. I'm taking tablet for the blood pressure, 2 tablets. Do you know the name? Oh, it's a white tablet, it's a yellow tablet. വെള്ള ഗുളിയ, മഞ്ഞ ഗുളിയ. ഉടനെ പിടികിട്ടുമല്ലോ നമുക്ക്. നമ്മുടെ നാട്ടിൽ അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ രോഗിയെ ആദ്യം മുതലേ കാണുമ്പോൾ തന്നെ I request you to bring your medications, with a prescription list and the medications every time you come here. Every time. And the medications you take from the pharmacy over the counter without prescription. എല്ലാത്തിനും prescription വേണ്ട. നമ്മുടെ നാട്ടില് നമ്മുടെ ഈ പറയുന്ന പാരസെറ്റമോൾ, ഇവിടെ അതിനെ ടൈൽനോൾ എന്ന് പറയും. നമ്മുടെ അവിടുത്തെ ബ്രൂഫിനെ ഇവിടെ മോട്രിൻ എന്ന് പറയും. പിന്നെ ഈ പറഞ്ഞ മൾട്ടിവൈറ്റമിൻ, ഹെർബൽ, ഇതെല്ലാം ഓവർ ദി കൗണ്ടർ, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ല, അതെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് വന്നു, അങ്ങേര് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു കഴിക്കുന്നതൊക്കെ. അങ്ങേര് ഒരു പ്രൊഫസർ ഓഫ് സൈക്കോളജിയാണ്. അങ്ങേര് അടുത്തോടെ നമ്മുടെ നാട്ടിലെ പഴയ ഒരു VIP ഒരു ചെറിയ സൂട്ട് കേസ് ഇല്ലേ, VIP ബ്രീഫ് കേസ്, അതേപോലെ ഒരു ബ്രീഫ് കേസ് ഒരെണ്ണം കൊണ്ടുവരുന്നു. അത് തുറന്നുകൊണ്ട് അതിനകത്ത് 40 തരത്തിലുള്ള സാധനങ്ങൾ, ഹെർബൽ, ഗിങ്കോബ, ബിൽബോബ, ജിഞ്ചർ, ഗാർലിക്, അങ്ങനെ കുറെ ഹെർബൽ ഒരു പറ്റം. അത് കഴിഞ്ഞ് മൾട്ടി വൈറ്റമിൻസ് 40 എണ്ണം. ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ്. ഇന്ററാക്ഷൻ, ഡ്രഗ് ഇന്ററാക്ഷൻ. അതുപോലെ ഇതെല്ലാം കെമിക്കൽസ് ആണ്. ഓരോ കെമിക്കലും അതുമായിട്ട് ഇത് ചെയ്യും. ചെറുതായിട്ട് അസ്ട്രോളജി ടേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശനിയും ശുക്രനും അവരടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരേ വീട്ടിൽ ഇരുന്നുകൊണ്ട്. ഒരേ അതിനകത്ത് ഇരുന്ന് ശനിയും ശുക്രനും അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ചൊവ്വയും മറ്റേ കേതും അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് രണ്ടും കഴിച്ച് രണ്ടും കൂടി അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗുണം കിട്ടുന്നില്ല. അങ്ങനെ എല്ലാം നിർത്താൻ പറഞ്ഞു. എവിടെ ഇല്ല. സൈക്കോളജിസ്റ്റ് ആണ് ഏറ്റവും പ്രയാസം നമുക്ക് ഇത് ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട്. സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും നല്ലൊരു ശതമാനം, എല്ലാവരും അല്ല, നല്ലൊരു ശതമാനം സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും അവരാണ് അബ്നോർമൽ കേട്ടോ. നല്ലൊരു ശതമാനം. ഇതെന്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഒരുപാട് സൈക്കോളജിസ്റ്റ് ഞാനും പറയരുത് ഇങ്ങനെ സൈക്കോളജിസ്റ്റ് എല്ലാവരും കുറ്റം പറയുന്നില്ല, നല്ലൊരു ശതമാനം, എല്ലാവരും അല്ല. And he refused to stop. ഒറ്റത് പോലും നിർത്താൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് I'm sorry. If you are not willing to follow my advice, I think that you are free to see another provider. എനിക്ക് അയാളെ ചികിത്സിക്കാൻ പറ്റത്തില്ല. അയാളെ വേറെ ഇതിലോട്ട് പറഞ്ഞു വിട്ടു, ഞാൻ വേറെ ഡോക്ടർക്കായിട്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഡോക്ടറാണ്. A correct diagnosis is 3/4 the remedy. എനിക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു നാച്ചുറോപ്പത്ത് ആയിരുന്നു. അറിയാമെന്നുണ്ടെങ്കിൽ വയ്യട്ടെ. ജോസ് എ നാച്ചുറോപ്പാത്ത്. അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് വയ്യട്ടെ. അങ്ങേർക്ക് ഇതിൽ വലിയ താല്പര്യമാണ്.
ഇതിന്റെയൊക്കെ. യെസ് യെസ്. ദിവസവും പുള്ളിയും ഇനിമ എടുക്കുമായിരുന്നു. അവിടെ രാവിലെ എണീറ്റും അവിടെ വിളിക്കുന്ന മിക്കത് ചോദിക്കും അപ്പിയിട്ടോന്ന് ചോദിക്കും. ഇവിടെ വർക്ക് ചെയ്യുന്നിടത്തില്ല. അപ്പിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇനിമ വെച്ചു കൊടുക്കും കേട്ടാ. ഒരു വളരെ ഓബ്സസ്ഡ് വിത്ത് ദി ബവൽ മൂമെന്റ്സ്. ഇനിമ വെച്ചു കൊടുക്കുന്നത്. പുള്ളിയുടെ 3ാമത്തെ മകന്റെ ഡെലിവറി പുള്ളിയാണ് ഡെലിവറി എടുത്തത് കേട്ടോ. കസ്തൂർബ ഗാന്ധിയുടെ ഡെലിവറി പുള്ളിയാണ് എടുത്തത്. അങ്ങനെ പുള്ളിക്കാരന് ഈ ഇതിലോട്ട് വലിയൊരു ഒബ്സഷനാണ്. അതേ പുള്ളി കാരണമാണ് കസ്തൂർബ ഗാന്ധിക്ക് ശരിയായ ചികിത്സ കിട്ടാതെ മരിക്കുന്നതും. നിങ്ങൾക്ക് അറിഞ്ഞോളൂ, ഞാൻ പറയുന്ന ഫാക്ട് ആണ്. യു ക്യാൻ വെരിഫൈ. ഫാക്ട് അല്ല, ഞാൻ ഒന്നും പറയത്തില്ല. കസ്തൂർബ ഗാന്ധിക്ക് ന്യൂമോണിയ വന്നു. ഇവരുടെ ഫാമിലി ഡോക്ടർ ഡോക്ടർ സുശീല നയ്യാർ ആ ഇടയ്ക്കാണ് പെൻസിലിൻ കണ്ടുപിടിച്ച് ഒരു 3-4 കൊല്ലം ആയിട്ടുള്ളൂ. പെൻസിലിൻ ആന്റിബയോട്ടിക്. ഒന്ന് അവരെ ആന്റിബയോട്ടിക് സംഘടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു മകന്റെ അടുത്ത് പറഞ്ഞ് അന്ന് കൽക്കട്ടയിൽ നിന്നാണ് അത് കൊണ്ടുവരുന്നത്. അവൻ കൊണ്ടുവന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊടുക്കാൻ സമ്മതിച്ചില്ല. നാച്ചുറോപ്പതിക്ക് എഗൻസ്റ്റ് ആണ്. അതൊന്നും കൊടുക്കരുത്. എല്ലാവരും ചുറ്റി വരുന്ന രഘുപതി രാഘവ രാജാറാം പാട്ട് പാടാൻ പറഞ്ഞു. അവർ കുറെ കഴിഞ്ഞ കാറ്റുപോയി. കസ്തൂർബ ഗാന്ധിയുടെ കാറ്റുപോയി കേട്ടോ. പെൻസിലിൻ കൊടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ അതേ ഗാന്ധിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് മലേറിയ ഒന്നും ഹി ടുക്ക് മറ്റേ ക്വിനീനൊക്കെ നോക്കിക്കൊള്ളേ. അവിടെ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പുള്ളിക്ക് തന്നപ്പോൾ ക്വിനീൻ എടുത്തു. ഇതെല്ലാം ഫാക്ട്സ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഫാക്ട് അല്ല ഒന്നും പറയത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പക്ഷെ എന്നാൽ ഒരു കാര്യം പുള്ളി പറഞ്ഞ കറക്റ്റാണ്. കറക്റ്റ് ഡയഗ്നോസിസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ് ഡയഗ്നോസിസ് 3/4 റെമഡി. Warning, patients will be charged extra for annoying the doctor with any self-diagnosis gotten off the internet. ഇന്നിപ്പോൾ ഡോക്ടർ ഗൂഗിൾ എല്ലാം കൺസൾട്ട് ചെയ്യും. അതും ചെറുപ്പക്കാരാണ് വെച്ചാൽ ഒരു IT സെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ഒരു ഡയഗ്നോസ് ആകും. എന്നിട്ട് നമ്മുടെ വരുമ്പോഴത്തേന് ആദ്യം അവർ തന്നെ ഡയഗ്നോസ് പറയാം. ഡോക്ടറെ ഇതാണ് ഞാൻ മറ്റേ ഇത് ഇതാണെന്ന് തോന്നുന്നു, ഗേഡാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ ഈ മരുന്ന് കഴിക്കാമെന്നുള്ള ഡോക്ടർക്ക് ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാം. അതായത് അയാൾ തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു. അയാൾ ഇന്ന മരുന്ന് കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കഴിക്കാൻ തുടങ്ങി. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടർ. എല്ലാവരും ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞു. 5 കൊല്ലം MBBS, 3 കൊല്ലം MD, 8 കൊല്ലം കൊണ്ട് പഠിച്ചതിനെല്ലാം 5 മിനിറ്റ് കൊണ്ട് ഗൂഗിളിൽ കൂടെ അവർ ഡയഗ്നോസ് കഴിഞ്ഞു. എത്ര എളുപ്പം നോക്കിക്കൊള്ളാം. ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നമ്മുടെ കൃപ വീരലക്ഷ്മണ അദ്ദേഹത്തിന് അറിയാം. ഡോക്ടർ പൈയുടെ ഡോട്ടർ-ഇൻ-ലോ, KN പൈയുടെ ഡോട്ടർ-ഇൻ-ലോ എൻ്റെ ജൂനിയർ ആയിരുന്നു. ഷീ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. പുള്ളിക്കാരൻ ഞാൻ ഇന്നലെ വിളിച്ചു. ഷീസ് നൗ ഇൻ കൊച്ചി വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് ഈ ടോക്കിനെ കുറിച്ച് എല്ലാം പറഞ്ഞോണ്ടേ പുള്ളി പറഞ്ഞു വേണം, ഒരു രക്ഷയില്ല, അവർ തന്നെ വന്ന് ഇന്ന ടെസ്റ്റ് വേണമെന്നാണ് ചോദിക്കുന്നത്. CT സ്കാൻ വേണം, MRI സ്കാൻ വേണം. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ എന്ത് ചെയ്യും? ഞാൻ എഴുതി കൊടുക്കും. ഞാൻ എഴുതി കൊടുത്തില്ലേ അവർ വേറെ ഡോക്ടറെ അടുത്ത് പോകും. ഞാൻ എഴുതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരത് വേറെ ഡോക്ടറെ ചെന്ന് എഴുതിപ്പിച്ച് കൊണ്ടുപോകും. അവർക്കത് വേണം, അതിനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ തർക്കിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്താണ്? അത് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞു ഇത്രയും അസുഖം, ഇത് കുഴപ്പമില്ല, ഈ മരുന്ന് കഴിക്കുന്ന വെച്ചാൽ ഒരു ന്യൂറോളജിസ്റ്റ് ഒന്ന് കാണിക്കുന്ന എന്താണ്, ഒന്ന് കാണുന്നതിനെ കുറിച്ച് എന്ത് പറയും ഡോക്ടർ? അപ്പൊ അതിന്റെ അർത്ഥം അവർക്കൊരു ന്യൂറോളജിസ്റ്റിനെ കാണണം, എന്നെ റെഫർ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എഴുതി കൊടുക്കും. ഞാൻ ന്യൂറോളജിസ്റ്റ് പോയി കണ്ടോ. ഇന്നൊക്കെ ഇപ്പോഴത്തെ രോഗികളെ മാനേജ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. വേണു അവര് തന്നെ സെൽഫ് ഡയഗ്നോസിസ്, അവര് തന്നെ എന്ത് ഇൻവെസ്റ്റിഗേഷൻ വേണം, അതുവരെ തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇതായിട്ട് വരികയാണ്. So that is what is happening. And മറ്റൊരു മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഒരു CT സ്കാൻ എടുക്കുമ്പോൾ അതിന്റെ റേഡിയേഷൻ എത്ര ആപത്താണ്, ഹാംഫുൾ ആണ് ബോഡിക്ക്. റേഡിയേഷന്റെ ഡോസ് 100 മുതൽ 200 ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നതിന്റെ അത്രയ്ക്കുള്ള റേഡിയേഷനാണ് ഒരു CT സ്കാൻ കൊണ്ടുണ്ടാകുന്നത് കിട്ടുന്നത്. So it is not safe. It is not safe. മനസ്സിലാകുന്നില്ല. ഇതറിയാമായിരുന്നോ? ഈ പോയിന്റ് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ നോ എന്നിട്ട് ഒരു CT സ്കാൻ വരുന്ന റേഡിയേഷൻ ഇത്രയും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് നോ ഇട്ടെ. നോ, ഓക്കെ ബാസി, നോ, ഓക്കെ, നോ.
അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഒരു ടോക്ക് കൊടുക്കുമ്പോൾ എന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയാം, ഐ വാണ്ട് ടു ടെൽ സംതിങ് വിച്ച് യു ഡോണ്ട് നോ ആൻഡ് ഐ വാണ്ട് ടു ടെൽ സംതിങ് വിച്ച് യു മസ്റ്റ് നോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതല്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യവും നിങ്ങൾക്ക് അറിയേണ്ട കാര്യവും രണ്ടും കൂടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ ഇന്നത്തേൽ കുറെ പേർക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് പേർക്ക് അറിയാം. നിങ്ങൾ ഇത്രയ്ക്കും ഹോമിയോപ്പതിയാണ്, ഡോക്ടേഴ്സാണ്, ഒന്നുമില്ലേലും നിങ്ങളോട്. പക്ഷേ പൊതുജനമാണെങ്കിലോ, പൊതുജനത്തിന് ഒട്ടും അറിഞ്ഞുകൂടാ. നിങ്ങൾ 100 പേര് ചോദിച്ചു നോക്കിയാൽ സാധാരണക്കാരുടെ അടുത്ത് അറിഞ്ഞുകൂടാ. ഈ കൃഷ്ണാർജുനെ അറിയാന്ന് വെച്ചാൽ എന്റെ ടോക്ക് 3-4 കേട്ടിട്ടുണ്ട്. ശരിയല്ലേ കൃഷ്ണാർജുൻ? കൈ ഒന്ന് പൊക്കിക്കേ. കൃഷ്ണാർജുന് ഞാൻ പറഞ്ഞാണ് അറിയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പൊതുജനത്തിന് അറിഞ്ഞുകൂടാ. ചെന്ന് CT സ്കാൻ എടുക്കുന്നു, MRI സ്കാൻ, ഇതെല്ലാം റേഡിയേഷൻ ചെയ്യാണ്. ദോഷമാണ്. കടിക്കുന്ന പട്ടിയെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന പോലെയാണ്. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നു. അതുപോലെ കാശ് കൊടുത്ത് റേഡിയേഷൻ കേട്ടോ ചെലവാക്കി 10,000-3000 രൂപ 5,000 രൂപ ചെലവാക്കി റേഡിയേഷനും കൊണ്ട് പോവുകയാണ്. എന്തിനാണ്? സെൽഫ് ഡയഗ്നോസിസ്. ഉള്ള എല്ലാതും ആരോഗ്യ ഭൂമി, ആരോഗ്യ കൗമുദി, ആരോഗ്യ രമ, ആരോഗ്യ എന്തെല്ലാം ആരോഗ്യം എല്ലാം വായിക്കും. എന്നിട്ട് അതിലുള്ള മിക്ക ഫോളോ ചെയ്യത്തില്ല. എല്ലാത്തിലും പറയുന്നുണ്ട് ജങ്ക് ഫുഡിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ രോഗികൾ ഭോജനം, ഭക്ഷണമാണ് മരുന്ന്. അത് വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്ത് കൊടുക്കണം. മിക്ക അവിടെയാണ് തെറ്റിക്കുന്നത്. റോങ് ഫുഡ്, ജങ്ക് ഫുഡ് കഴിച്ച് ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നോ നെറ്റെ. ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം കേട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷെയർ ചെയ്യുന്നത് ഐ വാണ്ട് ടു മേക്ക് ഷുവർ. ഓക്കെ, കേട്ടിട്ടില്ല. ചൈനീസ് ഫുഡിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കോമൺ ആണ്, ഇവിടെ അമേരിക്കയിൽ അത് നിർത്തി. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അജിനോമോട്ടോ, അറിയാമല്ലോ? അജിനോമോട്ടോ, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. അവിടെ എല്ലാത്തിലും ലാവിഷായിട്ട് യൂസ് ചെയ്യും. അതാണ് ടേസ്റ്റ്. ചൈനീസ് ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് അവിടെയാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ എല്ലാവർക്കും വരണമെന്നില്ല, കുറച്ചു പേർക്ക്. അതിൻ്റെ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആയിട്ട് പാൽപിറ്റേഷൻ, ഹാർട്ട് വളരെ ഇങ്ങനെ ഹാർട്ട് റേറ്റും കൂടും, ഇറഗുലർ ഹാർട്ട് ബീറ്റും വരും, ചെറിയൊരു ചെസ്റ്റിനൊരു വിമിഷ്ടവും വരും. ഇവർ കണക്ട് ചെയ്യത്തില്ല. വൈകുന്നേരം ചെന്ന് ഏതെങ്കിലും മാളിൽ ചെന്ന് അവിടുത്തെ ഒരു ചൈനീസ് ഒക്കെ എല്ലാം അടിച്ച് വീട്ടിലെത്തി രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ പെട്ടെന്ന് കിടക്കുമ്പോഴാണല്ലോ നമ്മൾ ക്വയറ്റാണല്ലോ. നമ്മൾ കിടക്കുമ്പോൾ ക്വയറ്റാണ് രാത്രിയിൽ. അതുവരെ ആ വാളിലെ ക്ലോക്ക് ടിക് ടിക്ക് അടിക്കുന്ന കേൾക്കത്തില്ല. കിടക്കുമ്പോൾ നമ്മൾ കേൾക്കും. ശരിയാണോ മറിയാമ്മജി? ആ വാളിലെ ക്ലോക്ക് ബീറ്റ് ചെയ്യുന്നത് കേൾക്കും. ക്വയറ്റാണ്. അതുപോലെ നമ്മുടെ ഹാർട്ടും ഇങ്ങനെ കിടക്കുന്ന ക്വയറ്റായിട്ടിരിക്കുമ്പോൾ എന്നാ പിടിച്ചോ ഒന്ന് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നു, അപ്സെറ്റായി. അതിൻ്റെ കൂടെ ഇറഗുലർ. നേരെ കാഷ്വാലിറ്റിയിലെത്തി രാത്രിയിൽ. കാഷ്വാലിറ്റി ECG എടുത്തു, ഫാസ്റ്റ് റേറ്റ് റെഗുലറായി. കാർഡിയോളജിസ്റ്റ് വിളിക്കുന്നു, കാർഡിയോളജിസ്റ്റ് വരുന്നു. പിന്നെ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്കാണ് പിന്നെ ഹാർട്ട് റേറ്റ് ഇത് ചെയ്യുന്നത്. ഹോൾട്ടർ മോണിറ്റർ, അതിന് 10,000 രൂപയ്ക്കാണ് ഇപ്പോൾ ചെലവ് വരുന്നത്. എല്ലാം ചെയ്യുന്നത് എല്ലാം എവിടെയാണ്? ചൈനീസ് റെസ്റ്റോറന്റിൽ നിന്ന് അത് കഴിച്ചതുകൊണ്ടാണ്. നൂഡിൽസ് കഴിച്ചു, നല്ല രുചിയുണ്ട് കേട്ടാ. അങ്ങനെ 10,000-15,000 രൂപ പോയി കിട്ടി. എന്നിട്ട് ഡോക്ടർ റിയലൈസ് ചെയ്തില്ല. ഇത് നിങ്ങൾ ഹിസ്റ്ററി പറയാനും പോകുന്നില്ല. ഞാൻ അവിടെ പോയി ഇത് കഴിച്ചെന്ന് നിങ്ങൾ പറയുന്നില്ല, ഡോക്ടർ അറിയുന്നില്ല. പിന്നെ ട്രീറ്റ്മെന്റ് എല്ലാം പോവാണ്. റൂട്ട് കാസ് ഈറ്റിംഗ് ജങ്ക് ഫുഡ്. ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഡു യു റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ആൻഡ് സീരിയസ്നെസ് ഓഫ് ഈറ്റിംഗ് ഔട്ട്? കുഴപ്പമാണ്. ജങ്ക് ഫുഡ് കഴിക്കരുത്. മറ്റേ ഊബറിൽ കൂടെ വിളിച്ച് സൊമാറ്റോ കിമാറ്റോ എല്ലാം വിളിച്ചു അതിനകത്ത് അവൻ എന്തൊക്കെ കെമിക്കൽസ് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? രുചി കൂട്ടാനായിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ഏജൻസ്.
ഞാൻ കഴിഞ്ഞ ടോക്കിലാണോ ഞാൻ കാണിച്ചതെന്നോ? ഞാൻ ഐസ്ക്രീമിന്റെ കാണിച്ചായിരുന്നു കഴിഞ്ഞ ടോക്കിൽ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല. ഞാൻ അത് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഒക്കേഷനായിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കും. ഞാൻ സത്യമേ പറയത്തുള്ളൂ കേട്ടോ. ഒരിക്കലും കഴിക്കത്തില്ല, ജീവിതത്തിലെ കഴിക്കത്തില്ല, ഞാനൊരു വിശ്വാമിത്രനാണെന്ന് പറഞ്ഞാൽ അതെല്ലാം കള്ളമാണ് കേട്ടോ. അതെ, വല്ലപ്പോഴേ കഴിക്കും. ആൻഡ് മൈ സൺ ലവ്സ് ടു ഈറ്റ് ഐസ്ക്രീം. അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു 10-12 ബ്രാൻഡെങ്കിലും ഉണ്ട് അവിടെ. 12 ബ്രാൻഡ് അവിടെ. ഒരു 2-3 ഇതിൽ ഷെൽഫിൽ മുഴുവനും ഐസ്ക്രീമാണ്. ഇവിടെ ഐസ്ക്രീം വളരെ ഇതാണ്, അഡിക്ഷനാണ്. പ്രായമായവരും കുട്ടികളും എല്ലാം. വാനില ഐസ്ക്രീം ഉണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്, പിസ്റ്റാച്ചിയോ ഉണ്ട്, കോഫി ഉണ്ട്, പറഞ്ഞോളൂ എന്തെല്ലാം, ഒരുപാട് ഇതിന്റെ. എന്റെ ലേബൽ ആരും വായിക്കാറില്ല. ലേബൽ മിക്കലും വായിക്കാറേ ഇല്ല. ഇവരെല്ലാം എഴുതണം എന്തൊക്കെ അതിനകത്തുണ്ടെന്നുള്ള ഇവർ എഴുതിയിരിക്കണം. അവരുടെ ഇവിടുത്തെ FDA, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതില്. ഞാൻ ഇരുന്ന് എല്ലായിടത്തും വായിക്കും ലേബൽ. നോക്കുമ്പോഴിതില് വാനില ഐസ്ക്രീം ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആണ്, നാച്ചുറൽ ഫ്ലേവർ അല്ല. സ്ട്രോബെറി ആർട്ടിഫിഷ്യൽ. അപ്പൊ ആർട്ടിഫിഷ്യൽ എന്താണ്? വേറെ ഏതോ കെമിക്കൽ ആഡ് ചെയ്യാണ് രുചി കൂട്ടാനായിട്ട്. പിന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് ഡയബറ്റീസ് വരാം, ഡയബറ്റീസ് ഉള്ളവർക്ക് അത് വേഴ്സൺ ചെയ്യും. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പൊ ഞാനൊരു 10-200 കണ്ടുവെച്ച അവസാനം അതിൽ 3-4 എണ്ണത്തിൽ മാത്രം കാണും നാച്ചുറൽ ഫ്ലേവർ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇല്ലാത്തത്. അത് മാത്രം ഞാൻ വാങ്ങിക്കും. അത് ഐഡന്റിഫൈ ചെയ്താണ് ഞാൻ ഓരോ തവണ ഇപ്പോൾ ചെന്നിട്ട് ആ ബ്രാൻഡിൽ അത് മാത്രം എടുത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്തോളൂ. ഇത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു എഡീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ അതൊന്നും ഇല്ലായിരുന്നു. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇല്ല, നാച്ചുറൽ ഫ്ലേവർ. അപ്പൊ ഞാൻ ചെന്ന് അതേപോലെ 7 തവണ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു 9 തവണ ചെന്നപ്പോൾ ഞാൻ അടുത്ത് ഒന്നുകൂടെ നോക്കി ഉടനെ ഇപ്പോഴും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവർ. മാറി ഇൻഗ്രീഡിയൻസ്. ലേബൽ വായിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ മകനും ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കാരണം അവനും എന്തെങ്കിലും ആ ഗ്രോസറി പോയി കഴിഞ്ഞാൽ അവൻ ആ ലേബൽ എടുത്ത് നോക്കും. ബ്രെഡിൽ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ടോ എന്ന് നോക്കും. സോ പിള്ളേർക്കും ജങ്ക് ഫുഡ് ഒഴിവാക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. നല്ലൊരു ശതമാനം അസുഖം ഇന്നത്തെ ഡയറ്റ് ഫുഡ് ഹാബിറ്റ്സ് ആണ്. സാറേ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇതുകൊണ്ട് കംപ്ലീറ്റ് ആകത്തില്ലല്ലോ സാറേ? ഇല്ല, അതാ കംപ്ലീറ്റ് ആവുന്നു. ഷട്ട് യുവർ ഐസ്. Shut your eyes to the medical columns of newspapers and you will save yourself many forebodings and symptoms. ഈ പറഞ്ഞ ആരോഗ്യ ബോധിനി കീതിനി എല്ലാം വായിക്കുന്നത് നിർത്തുക, ശരിയാവും. ഇത് എന്റെ പ്ലാറ്റ്ഫോമിലുള്ള വ്യാഴാഴ്ചത്തെ ടോക്കാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിന്റെ പാർട്ട് 2, ടോക്സിക് തോട്ട്സ്. അതാണ് ലിങ്ക്. ഓക്കെ, ഓവർ. മറിയാമ്മജി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആങ്സൈറ്റിയും ടെൻഷനും എല്ലാം വരുന്നത് കണ്ടു. എനിക്ക് ഞാൻ നോക്കിയോണ്ട് ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ബീറ്റ് കൂടുന്നു എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും 2 മിനിറ്റ് ഉണ്ട്. ഉണ്ടെങ്കില് നമുക്ക് അടുത്തൊരു ക്ലാസ്സും കൂടെ വെക്കാമെന്ന് പറയാനായിരുന്നു. അല്ല, 2 മിനിറ്റ് ഉണ്ട്. ഒരു 5 മിനിറ്റ് ആക്കിയാലും ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഈ ഇരിക്കുന്നവരെല്ലാവരും ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ വല്ല സംശയം ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കുക. ധൃതിയായിട്ടൊന്ന് പോകണം. ആർക്കെങ്കിലും സാറിനോട് ഇന്നത്തെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളോ അതുപോലെ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോഴും മറ്റേ യേശു ക്രിസ്തു പറഞ്ഞ പോലെയാണ്, ആരും കല്ലെറിയാനായിട്ട് റെഡിയല്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരും കൈ എഴുന്നില്ല. ഓക്കെ, ജയചന്ദ്രൻ ജി. അല്ല ഡോക്ടർ ടോക്ക് എത്ര കേട്ടാലും മതിയാകത്തില്ല. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് മിക്കവാറും ഡോക്ടർ പറഞ്ഞ പോലെ പറയാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തലേ ദിവസം വീട്ടിൽ ഇരുന്ന് ഒരു പേപ്പറിൽ ഡോക്ടറോട് പറയേണ്ട കാര്യങ്ങളൊക്കെ 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്ത് കുറിക്കണം. ആ കുറിപ്പ് കയ്യിൽ വെച്ചോണ്ട് വേണം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാൻ. ഇപ്പം ഞാനായാലും ശരി ആരായാലും ശരി ഡോക്ടറെ അടുത്ത് എല്ലാം പറയാൻ വിട്ടുപോകും. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് രഹസ്യമായിട്ട് അത് നോക്കി അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ എൻ്റെ ഡോക്ടറെ ഈ ടോക്ക് കേട്ടതുപോലെ പറയാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന മരുന്നിനെ പറ്റി കൂടെ അപ്പൊ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ വീഡിയോ ഷെയർ ചെയ്യുക എത്രയും പേർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ. ഓക്കെ സാർ. വളരെ വളരെ നല്ല
അറിവ് തരുന്നൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. സാർ പറഞ്ഞത് എല്ലാം വാസ്തവമാണ്. ശരിക്കും ഇത് എല്ലാവരുടെയും കയ്യിൽ എത്തേണ്ടതുമാണ്. എല്ലാവരും ഇത് കേട്ടിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അനേകർ ഇത് അറിയേണ്ടതായിട്ടുണ്ട്. എത്രയും നല്ല ക്ലാസ്സാണ് സാർ ഇന്ന് നമുക്ക് തന്നത്. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. 2 മിനിറ്റ് നമുക്ക് എടുക്കാം. ആരോഗ്യവും മനസ്സമാധാനവും രണ്ടും കൂടെയാണ്. ഒരു ഇല്ലാത്ത അസുഖത്തിന് ചികിത്സ എടുക്കാൻ പോയിട്ട് മനസ്സമാധാനം കൂടെ പോയി കിട്ടും. അന്ന് ആദ്യം ഞാൻ പറഞ്ഞ അയാൾക്ക് ഹാർട്ടിനൊന്നും ഇല്ല, അയാൾക്ക് ഒരു ട്രെഡ്മിൽ മറ്റേ സ്ട്രെസ് ടെസ്റ്റിംഗ് ചെയ്യണം, എക്കോ കടയെന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സമാധാനം പോയില്ലേ, ഒറിയായില്ലേ. അയാളെന്ത് വിചാരിക്കും? സംതിങ് റോങ് വിത്ത് മൈ ഹാർട്ട്. അത് ചെയ്യാനായിട്ട് അടുത്ത ഒരാഴ്ച എടുക്കുമായിരിക്കും. അത്രയും ദിവസം അൺനെസറി ആയിട്ട് ടെൻഷനാണ്. ഞാനത് നോക്കിയിട്ട് നോ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് ദി ഹാർട്ട്. ഈ ക്രീം ഇടൂ, ഈ പെയിൻ കില്ലർ ഇടൂ, സമാധാനമായി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡോക്ടർ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ പ്രാക്ടീസിൽ. ചില അമ്മച്ചിമാർ വന്നു കഴിഞ്ഞാൽ സാരമില്ല അമ്മച്ചി, ഇതൊക്കെ 2 ദിവസം മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് പോകുന്നു. അല്ലല്ല, എനിക്കൊരു എക്സ്റേ എടുക്കണം, ECG എടുക്കണം, മറ്റേ CT എടുക്കണം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മച്ചി എന്ന് ചോദിക്കാൻ പറയാം. അവൻ്റെ ഭാര്യയ്ക്ക്, അവൻ്റെ പെണ്ടാട്ടിക്ക് അസുഖം വന്നപ്പോൾ കൊണ്ടുപോയി എല്ലാം എടുത്തല്ലേ, പിന്നെ എൻ്റെ അടുത്താന്ത് എന്നുള്ളതാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അതിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞപ്പോൾ അതെല്ലാം ക്ലിയർ ആയി. ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് മറിയാമ്മജി, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ, സംശയമുണ്ടോ? ചോദിക്കട്ടെ. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പേഷ്യന്റ് 91 വയസ്സായി, വായിൽ പുകച്ചിലാണ്. അപ്പൊ ഞാനിങ്ങനെ, മകള് ഡോക്ടർ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, കുറച്ച് മരുന്നുകളൊക്കെ ഒന്ന് എങ്ങനെയാണ്, അതിന്റെയൊക്കെ വല്ല സൈഡ് എഫക്റ്റ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കണ്ടെന്ന് ചോദിച്ചപ്പം ഒന്നും നിർത്താൻ പറ്റത്തില്ല. ന്യൂറോളജിസ്റ്റിന്റെ മരുന്നുണ്ട്, ആന്റി ഡിപ്രസന്റ് ഉണ്ട്, കാർഡിയക് ശ്രീചിത്രയിലെ മരുന്നുണ്ട്, ഇത് എല്ലാ മരുന്നുകളും ഉണ്ട്, പക്ഷെ ഒന്നും നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ഞാൻ സാറിന്റെ ഈ ക്ലാസ് കേട്ടപ്പം എന്തായാലും ഞാൻ പറയുന്നത് തന്നെ അവർ കേൾക്കുമെങ്കിലും ഈ വീഡിയോ ഞാൻ അയച്ചു കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പോഴാണ് ചിലപ്പോൾ എന്നിട്ട് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗുളികളുടെയൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ചില ഇവര് പറയാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിസിനാണ് അച്ഛൻ കൊടുത്തോണ്ടിരുന്നത്. ഒരു 84-85 വയസ്സായിട്ടുള്ള അച്ഛന് 3-4 മെഡിസിൻ ആ ഇടയ്ക്കായിട്ട് ഒരു ഡോക്ടറെ കണ്ടെന്ന് പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, വേറെ പറഞ്ഞു. അച്ഛന് അതിന് ശേഷം ചെറിയൊരു ക്ഷീണവും, ഒന്ന് എണീറ്റാൽ ചെറുതായിട്ടൊരു തല കറക്കം പോലെ, എണീറ്റാൽ ചെറിയ തല കറക്കം. ഞാൻ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തപ്പോഴും 120, താഴെപ്പത്തി 84 ഇത്രയേ ഉള്ളൂ. 84-85 വയസ്സായുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ 120 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഒരു 5 നില കെട്ടിടത്തിലാണ് താമസിക്കുന്നത് മറിയാമ്മജി. നിങ്ങൾ 5ാമത്തെ നിലയിലാണ്. 5ാമത്തെ നിലയാകുമ്പോൾ താഴെ നിന്ന് വാട്ടർ മുകളിൽ നിങ്ങളുടെ പൈപ്പിൽ മുകളിൽ ശരിക്കും വരണമെന്നുണ്ടെങ്കിൽ നല്ല പ്രഷർ ഇവിടെ നിന്ന് പമ്പ് ചെയ്തല്ലേ വരത്തുള്ളൂ, ആണോ? ഫസ്റ്റ് ലെവലില് അത്രയും പ്രഷർ വേണ്ട. ഉയരം കൂടുന്തോറും അതിന്റെ പമ്പിങ് പ്രഷർ കൂടിയാലേ മുകളിൽ എത്തത്തുള്ളൂ. അതുപോലെ ബ്രെയിൻ ഇവിടെ, ഹാർട്ട് ഇവിടെ നിന്ന് അത് പമ്പ് ചെയ്യുന്നത് ആ റൈറ്റ് കൈൻഡ് ഓഫ് പ്രഷർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിലെ ചെറിയ 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 രക്തക്കുഴൽ മിക്കൽ എത്തത്തില്ല, റീച്ച് ചെയ്യത്തില്ല. അങ്ങനെ ഒരുമാണ് ചെറിയ ഡിസീനെസ്സും ഒരു ടയർഡ്നെസ്സും എല്ലാം വരുന്നത്. അത് ഏജിങ് ആകുമ്പോൾ എന്താ പറയും, പ്രഷർ കൂട്ടിയേ പറ്റൂ. രക്തക്കുഴൽ നാരോ ആവുന്നു, ഈ കൊളസ്ട്രോളും പലതിലായിട്ട് അത് ആ എലാസ്റ്റിസിറ്റി പോയി റിജിഡ് ആവുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ പണ്ട് പഠിച്ചിരുന്നപ്പോൾ ഒരു ഏജ് +100 ആയിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരാൾക്ക് 60 വയസ്സാണെങ്കിൽ 160 മില്ലിമീറ്റർ പ്രഷർ ഇരുന്നാലും ഒന്നും ചെയ്യണ്ട, ഇതിൽ അത്രയും വേണം, ബോഡി തന്നെ അതിന് വേണ്ടി ഇതാണ്. പക്ഷെ ഇന്നിവിടെ ഈ ഫാർമ ഇൻഡസ്ട്രി അവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അവർ കുറെ ഡോക്ടർമാരെ പിടിച്ച് കൊടുക്കേണ്ട പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇപ്പോൾ 130 കൂടുതൽ പാടില്ല, ഏത് ഏജ് ആയാലും. അത് 130 കൊണ്ടുവരണം വെച്ചാൽ 2-3 ടൈപ്പ് ഓഫ് ബ്ലഡ്
മറ്റേ പ്രഷർ ഗുളിക കൊടുത്താലേ 130 താഴെ വരത്തുള്ളൂ. പ്രഷർ കൊള്ളാം, പക്ഷേ രോഗി സിംറ്റംസ് വരും. ഞാൻ അച്ഛന്റെ 2 എണ്ണം നിർത്തി. സ്ട്രൈറ്റ് ഐ സ്റ്റോപ്പ്. അച്ഛൻ എന്നെ വിശ്വസിക്കുക. അച്ഛൻ എൻ്റെ അടുത്ത് എന്നെ ഡോക്ടറായിട്ടും കാണും, മോനായിട്ടും കാണും, ഡോക്ടറായിട്ടും കാണും. എൻ്റെ അമ്മ അങ്ങനെയല്ല. എൻ്റെ അമ്മ എന്നെ ഡോക്ടറായിട്ട് കാണാറേ ഇല്ല. എന്നെ ഒരു മോനായിട്ട് കാണത്തുള്ളൂ. ഞാൻ പറയുന്നത് മിക്കവരും കേൾക്കത്തുമില്ല. അവരപ്പുറത്ത് വീട്ടിനപ്പുറത്തുള്ള ഒരു MBBS ഡോക്ടറിന് അഭിപ്രായം ചോദിക്കും, സെക്കൻഡ് ഒപ്പീനിയൻ. മകൻ MD, MRCP, അമേരിക്കൻ ബോർഡ് ഓഫ് ഇന്റേണൽ മെഡിസിൻ, അവിടെ ഒന്നും ആകത്തില്ല. അത് കാരണം അവർ ഒരുപാട് അബദ്ധത്തിൽ ചാടുകയും ചെയ്യും. അച്ഛൻ ഉടനെ നിർത്തി നിന്നു. അതുപോലെ പാൻഡോപ്രസോൾ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറെ നാളായിട്ട്. അതിൻ്റെതായിട്ടുള്ള സിംറ്റം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താം. അച്ഛൻ കിടക്കുന്ന കട്ടില് തലയുടെ അറ്റത്ത് 2 ചുടുകല്ല്, 2 ബ്രിക്സ് വെച്ച് ഹെഡ് എൻഡ് ഓഫ് ദി ബെഡ് ഒന്ന് സ്ലോപ്പിംഗ് ആക്കി ഈ ടാബ്ലറ്റ് നിർത്തി. ഒരു പ്രോബ്ലവും ഉണ്ടായില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എനിവേ, താങ്ക് യു ആൾ ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, എനിക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു പൈസ കിട്ടാനായിട്ട് ഒന്നുമല്ല. ഐ എം നോട്ട് ഡൂയിങ് ദിസ് ടു മേക്ക് എനി മണി. ഐ എം ഡൂയിങ് ദിസ് ആസ് എ പാർട്ട് ഓഫ് സർവീസ്. പ്ലീസ് ഷെയർ വിത്ത് ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ജയചന്ദ്രൻ സാറ്, സാറിനൊരു നന്ദി പറയണേ. ജയചന്ദ്രൻ ഡോക്ടർ, വേണുഗോപാൽ സാറിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഡോക്ടറെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുകുമാരൻ സാറ് ചെറി ക്ലബിൽ അവതരിപ്പിക്കുന്ന പോലെ നമ്മുടെ ക്ലാസ് നർമ്മത്തോടു കൂടിയുള്ള ക്ലാസ്സാണ്. ഇത്രയും നല്ലൊരു ക്ലാസ് വേറെ ആരും എടുത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ കൂടെ വരണം. ഇതുപോലെയുള്ള നമ്മുടെ നർമ്മത്തിൽ കൂടി ബോധവൽക്കരിക്കത്തക്കവണ്ണം എപ്പോഴും വന്ന് നമുക്ക് വേണ്ട അറിവ് തരണമെന്ന് അങ്ങ് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവരുടെയും പേരിൽ, നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഡോക്ടർക്ക് ഗുഡ് നൈറ്റും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. നന്ദി ജയചന്ദ്രൻ ഡോക്ടർ. എന്തായാലും ഞങ്ങളുടെ 1638 ഈ സൂം വെബിനാർ ഇത്രയേറെ വിജയകരമാക്കി തീർത്ത് വേണുഗോപാൽ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ജയചന്ദ്രൻ ഡോക്ടർ പറഞ്ഞ പോലെ വീണ്ടും അടുത്ത ഒരു ഫാക്റ്റുമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1638 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. സാർ എത്രയും വേഗം അടുത്ത വിഷയമായിട്ട് വരണേ സാറേ. ഷുവർ. താങ്ക് യു.